Good afternoon. Good afternoon, Miss. Okay, good afternoon. Good afternoon, Miss. Okay, good afternoon. ഊണൊക്കെ കഴിച്ചാ എല്ലാവരും? ഫുഡ് കഴിച്ചു. മിസ് കഴിച്ചോ? കഴിച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഞാൻ ഓൾ മ്യൂട്ട് കൊടുക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന്റെ കമ്പോണന്റുകൾ വരെയാണ് പറഞ്ഞു നിർത്തിയത് അല്ലെ. അപ്പൊ കമ്പോണന്റുകൾ അന്ന് കംപ്ലീറ്റ് ചെയ്യുമെന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല അല്ലെ. ഇത് പിക്ചർ ഡൗൺലോഡ് ചെയ്തിട്ട് ശരിയാവുന്നുണ്ടായിരുന്നില്ല അല്ലെ. ഓക്കെ, അപ്പൊ അത് കാരണം കൊണ്ട് ഞാൻ അത് കംപ്ലീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. കുറച്ച് ഭാഗം വരെയാണ് പറഞ്ഞു നിർത്തിയത് അല്ലെ. പ്രധാനപ്പെട്ട കമ്പോണന്റുകളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് സോഴ്സ്, ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് മാനിഫോൾഡ് സിസ്റ്റം എന്താണെന്ന് പറഞ്ഞു അല്ലെ. അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഓഫ് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം എന്ന് പറയുന്നത് പൈപ്പിംഗ് നെറ്റ്വർക്കുകളാണ് അല്ലെ. പിന്നെ നമുക്ക് കണക്ട് ചെയ്ത് ആലോചിക്കാൻ പറ്റും, ഈ പൈപ്പിംഗ് നെറ്റ്വർക്കുകളിലൂടെ മെഡിക്കൽ ഗ്യാസുകൾ കടന്നു പോകുന്ന സമയത്ത് എന്തെങ്കിലും വാരിയേഷൻസുകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് പുറത്തറിയണം അല്ലെ. അതിന് വേണ്ടിയിട്ട് നമ്മൾ അലാം ആൻഡ് വാർണിംഗ് സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് അല്ലെ. ഇതിന് വേണ്ടിയിട്ടാണ് ഫോർ മോണിറ്ററിംഗ്. അതുപോലെ തന്നെ മെഡിക്കൽ ഗ്യാസിനെ നമുക്ക് അതിന്റെ ഫ്ലോ കൺട്രോൾ ചെയ്യാനായിട്ട് എന്ത് ഉപയോഗിക്കുന്നുണ്ട്? വാൽവുകൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. ടു കൺട്രോൾ ദ ഫ്ലോ ഓഫ് ഗ്യാസസ് അല്ലെ. ഗ്യാസസിന്റെ ആ ഒരു ഫ്ലോയിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വാൽവുകൾ ഉപയോഗിക്കുന്നുണ്ട്. മോണിറ്റർ ചെയ്യാനായിട്ട് അലാം വാർണിംഗ് സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. ഓക്കെ, പിന്നെ നമ്മൾ ഗ്യാസസ് സപ്ലൈ ചെയ്യാനായിട്ട് ഔട്ട്ലെറ്റുകളും ഇൻലെറ്റുകളും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ സെക്കൻഡറി എക്യുപ്മെന്റ്, അതിനകത്ത് നമ്മള് വാർണിംഗ് ആൻഡ് അലാം സിസ്റ്റംസ് വരെയാണ് നമ്മള് അത് പറഞ്ഞിട്ടില്ല. വാൽവുകൾ വരെയാണ് നമ്മള് പറഞ്ഞു നിർത്തിയത്. ഓക്കെ വീണ്ടും കറക്റ്റ് ആണ്. വാൽവ് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, 2 ടൈപ്പ് വാൽവ് ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. നെക്സ്റ്റ് 4ാമത്തെ കമ്പോണന്റ് എന്ന് പറയുന്നത് വാർണിംഗ് ആൻഡ് അലാം സിസ്റ്റംസ് ആണ് കേട്ടോ. വാർണിംഗ് ആൻഡ് അലാം സിസ്റ്റംസ് അത് നമുക്കറിയാം, എന്തിനാ വെക്കുന്നതിനുള്ളത് നമുക്കറിയാം അല്ലെ. ഈ പറയുന്ന പോലെ ഗ്യാസിന്റെ ഫ്ലോയിൽ എന്തെങ്കിലും വാരിയേഷൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പുറത്തറിയണം. കാര്യം പൈപ്പ് ലൈനിലൂടെ ഗ്യാസ് കടന്നു പോകുമ്പോൾ അതിനകത്ത് എന്താ നടക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണുന്നില്ല അല്ലെ. അതിൽ എന്തെങ്കിലും പ്രഷർ, എന്തെങ്കിലും വാരിയേഷൻസോ എന്തെങ്കിലും എന്താ പറയാ മറ്റെന്തെങ്കിലും വാരിയേഷൻസുകൾ, ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതറിയാൻ വേണ്ടിയിട്ട് വാർണിംഗ് അലാം സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, നമുക്ക് വായിക്കാതെ it is the function of a warning and alarm systems to give the information for the responsible staff about the whole plant in case of failure detection or change requirements. അതായത് ഹോൾ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഈ പറയുന്ന സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സംവിധാനത്തില് എന്തെങ്കിലും തരത്തിലുള്ള ഫെയിലിയറുകൾ അല്ലെ, എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മകളോ കേടുപാടുകളോ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും റിക്വയർമെന്റ്സുകൾ നമുക്കൊന്ന് ആൾട്ടർ ചെയ്യേണ്ടി വന്നാൽ അല്ലെ, ചേഞ്ച് ചെയ്യുന്നതായിട്ട് വന്നു കഴിഞ്ഞാൽ അത് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു സ്റ്റാഫിനെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? വാർണിംഗ് ആൻഡ് അലാം സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി പ്രധാനമായിട്ടും 2 അലാം സിസ്റ്റംസുകളാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ. എത്രയാണ്? 2 അലാം സിസ്റ്റംസുകളാണ്. നോക്കുക, ഹെൻസ് there are 2 main alarm systems. ഏതൊക്കെയാണ്? മാസ്റ്റർ അലാംസ് ആൻഡ് ഏരിയ അലാംസ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിരിക്കുക കേട്ടോ. അപ്പൊ അലാം സംവിധാനങ്ങള് 2 ഉണ്ട്. മാസ്റ്റർ അലാമും ഉണ്ട്, ഏരിയ അലാമും ഉണ്ട്. അപ്പൊ ഏരിയയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, മാസ്റ്റർ അലാം മോണിറ്റേഴ്സ് ദ മെയിൻ ഗ്യാസ് ലൈൻ ആൻഡ് സോഴ്സസ് കണ്ടീഷൻ. അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. ചിലപ്പോ നിങ്ങളോട് ചോദിക്കും ഡാഷ് അലാം മോണിറ്റേഴ്സ് the main gas line and source condition. അതായത് മെയിൻ ആയിട്ടുള്ള സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റത്തിനെയും സോഴ്സ് കണ്ടീഷൻസിനെയൊക്കെ മോണിറ്റർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ്? മാസ്റ്റർ അലാം. അതായത് മാസ്റ്റർ അലാം ആണ് അല്ലെ. എന്ന് പറയുമ്പോൾ നമ്മുടെ മൊത്തത്തിലുള്ള ആ ഒരു ഹോൾ പ്ലാന്റ് മെയിൻ സെൻട്രലൈസ്ഡ് എന്താ പറയാ ഗ്യാസ് സിസ്റ്റത്തിനായിട്ട് ആ ഒരു മെയിൻ ഗ്യാസ് ലൈനിൽ എന്തെങ്കിലും തകരാറുകളോ അല്ലെങ്കിൽ സോഴ്സ് കണ്ടീഷൻസിലൊക്കെ എന്തെങ്കിലും തകരാറുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് മോണിറ്റർ ചെയ്യാനായിട്ടാണ്
മാസ്റ്റർ അലാമുകൾ ഉപയോഗപ്പെടുത്തുന്നത് കേട്ടോ. അതേസമയം ഏരിയ അലാംസ് ആർ ഫൗണ്ട് ഓൺ അലാം പാനൽസ് ആൻഡ് their function is to monitor the conditions of specific critical care areas. കേട്ടോ, ഏരിയ അലാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ക്രിട്ടിക്കൽ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട ഗ്യാസ് സംവിധാനങ്ങളെ, ഗ്യാസ് ലൈൻ സംവിധാനങ്ങളെ മോണിറ്റർ ചെയ്യാനായിട്ടാണ് ഏരിയ അലാം. ഇപ്പൊ നമുക്കറിയാം ഈ ICU, ഇന്റൻസീവ് കെയർ യൂണിറ്റ്, അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്റർ അല്ല, അങ്ങനെയുള്ള ചില സ്പെസിഫിക് ക്രിട്ടിക്കൽ ഏരിയാസിലേക്ക് സപ്ലൈ പോകുന്ന ഗ്യാസ് ലൈനില്, അതിപ്പോ അത് തന്നെ ആവണമെന്നില്ലാത്ത ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഗ്യാസ് ലൈൻ കാര്യങ്ങള് അതൊക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏരിയ അലാമുകൾ ഉപയോഗിക്കുന്നത്. മാസ്റ്റർ അലാം എന്ന് പറയുന്നത് അങ്ങനെയല്ല. അത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സെൻട്രലൈസ്ഡ് മെയിൻ ഗ്യാസ് ലൈനിൽ എന്തെങ്കിലും തകരാറുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് മോണിറ്റർ ചെയ്യാനായിട്ടാണ് മാസ്റ്റർ അലാം ഉപയോഗിക്കുന്നത്. അതേസമയം നമ്മുടെ സ്പെസിഫിക് ആയിട്ടുള്ള ഏതെങ്കിലും ഏരിയകളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ICU അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററോ അല്ലെങ്കിൽ ലേബർ റൂമോ അങ്ങനെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഗ്യാസ് ലൈൻ സംവിധാനങ്ങളെ മോണിറ്റർ ചെയ്യാനായിട്ടാണ് ഏരിയ അലാമുകൾ ഉപയോഗപ്പെടുത്തുന്നത് കേട്ടോ. ഓക്കെ, ആണല്ലോ. അപ്പൊ അതോടുകൂടി നാലാമത്തെ കമ്പോണന്റ് നമ്മുടെ കഴിയാണ് കേട്ടോ, മോർണിംഗ് ആൻഡ് അലാം സിസ്റ്റംസ്. ഓക്കെ, അഞ്ചാമത്തത് എന്താണ്? ഔട്ട്ലെറ്റ് ആൻഡ് ഇൻലെറ്റ് എന്നാണ് കേട്ടോ. ഔട്ട്ലെറ്റ് ആൻഡ് ഇൻലെറ്റ്. ഔട്ട്ലെറ്റിന്റെയും ഇൻലെറ്റിന്റെയും പർപ്പസ് എന്താണ്? ടു സപ്ലൈ ഗ്യാസസ് ആൻഡ് വാക്വം അല്ലെ. ഗ്യാസസ് അല്ലെങ്കിൽ ഗ്യാസസ്, വാക്വം അതൊക്കെ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കമ്പോണന്റ് ആണ് ഇത് ഔട്ട്ലെറ്റ്സ് ആൻഡ് ഇൻലെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഔട്ട്ലെറ്റ്സ് ആർ ദ പോയിന്റ്സ് അറ്റ് വിച്ച് the connections can be made to the medical gas pipeline system to supply under pressure. നമ്മൾ ഈ ചാപ്റ്ററിന്റെ തുടക്കം തന്നെ ഒരു ഔട്ട്ലെറ്റിന്റെ പിക്ചർ കാണിച്ചിട്ടുണ്ട്. കണ്ടല്ലോ, ഇതൊരു ഔട്ട്ലെറ്റ് ആണ്. നമ്മളവിടെ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് അല്ലെ, എന്തായിരുന്നു? എക്യുപ്മെന്റ്. അതാണ് ദീപ് പറഞ്ഞത് അല്ലെ. എക്യുപ്മെന്റ് ഈസ് കണക്ട്. ദീപ് ദീസ് എക്യുപ്മെന്റ്സിന്റെ കാര്യം പറഞ്ഞത് ഇതായിട്ടാണ് അല്ലെ. അതായത് എക്യുപ്മെന്റ് ഈസ് കണക്റ്റഡ് ടു ദ മെഡിക്കൽ ഗ്യാസ് പൈപ്പ് ലൈൻ സിസ്റ്റം ത്രൂ ഔട്ട്ലെറ്റ്. നമ്മൾ നേരത്തെ പഠിച്ചൊരു കാര്യമാണ് അല്ലെ. ഓക്കെ, അതായത് എക്യുപ്മെന്റുകളെ നമ്മുടെ മെയിൻ പൈപ്പ് ലൈൻ ഗ്യാസ് സംവിധാനങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏതാണ്? ഈ പറയുന്ന ഔട്ട്ലെറ്റുകളാണ്. ഔട്ട്ലെറ്റുകളിലൂടെയാണ് നമ്മുടെ എക്യുപ്മെന്റിനെ നമ്മൾ മെയിൻ പൈപ്പ് ലൈൻ സംവിധാനങ്ങളായിട്ട് കണക്ട് ചെയ്യുന്നത് ഔട്ട്ലെറ്റുകളിലൂടെ അല്ലെ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? മെയിൻ ഗ്യാസ് പൈപ്പ് ലൈനിൽ നിന്ന് മെഡിക്കൽ ഗ്യാസ് ഔട്ട്ലെറ്റുകൾ വഴിയായിട്ടാണ് എക്യുപ്മെന്റിലൂടെ നമ്മൾ പാസ് ചെയ്യുന്നത്. ഓക്കെ, വൈൽ ഇൻലെറ്റ്സ് സപ്ലൈ വാക്വം. ഇൻലെറ്റ് എന്താണ്? സപ്ലൈ. അതും സപ്ലൈ തന്നെയാണ്, പക്ഷെ അത് എന്താണ് സപ്ലൈ ചെയ്യുന്നത്? വാക്വം ആണ് സപ്ലൈ ചെയ്യുന്നത്. ഇൻലെറ്റ് സപ്ലൈ വാക്വം. ഔട്ട്ലെറ്റ് സപ്ലൈ മെഡിക്കൽ ഗ്യാസസ് അണ്ടർ ദ പ്രഷർ. ഇൻലെറ്റ് സപ്ലൈ വാക്വം. അങ്ങനെ എന്ത് ചോദിച്ചിട്ടുണ്ട്? ഡാഷ് സപ്ലൈ വാക്വം എന്ന് ചോദിച്ചിട്ടുണ്ട്. ഔട്ട്ലെറ്റ് ആണോ ഇൻലെറ്റ് ആണോ? ഇൻലെറ്റ് ആണ് വാക്വം സപ്ലൈ ചെയ്യുന്നത്. ഔട്ട്ലെറ്റ് സപ്ലൈ ചെയ്യുന്നത് മെഡിക്കൽ ഗ്യാസുകളെ ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ഇനി ആറാമത്തെ കമ്പോണന്റ് ആണ് സെക്കൻഡറി എക്യുപ്മെന്റ്. സെക്കൻഡറി എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഈ പറയുന്ന മെഡിക്കൽ ഗ്യാസിനെ കൺസ്യൂം ചെയ്യുന്ന അത്തരം ഉപകരണങ്ങളെയാണ് നമ്മൾ തുടക്കം പറഞ്ഞിരുന്നത്. ഈ പറയുന്ന മെഡിക്കൽ ഗ്യാസ് നമ്മളൊരു പേഷ്യന്റിന്റെ ശരീരത്തിലേക്ക് എങ്ങനെ കൊടുക്കുന്നത്? മാസ്ക് വഴിയായിട്ടാണോ, അല്ലെങ്കിൽ വെന്റിലേറ്റർ വഴിയായിട്ടായിരിക്കാം, അതെ മാസ്കുകളുടെ വഴിയായിട്ട്, കാനുല വഴിയായിട്ടൊക്കെയാണ് നമ്മള് മെഡിക്കൽ ഗ്യാസിനെ ഒരു ആളുടെ പേഷ്യന്റിന്റെ ബോഡിയിലോട്ട് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. അപ്പൊ അത്തരം എക്യുപ്മെന്റുകൾ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ സെക്കൻഡറി എക്യുപ്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ. സെക്കൻഡറി എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിവൈസസ് ആണ് അല്ലെ. മെഡിക്കൽ ഡിവൈസസ് തന്നെയാണ് apparatus that are connected to the മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം. മെഡിക്കൽ ഗ്യാസ് സിസ്റ്റമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഈ പറയുന്ന എന്താണ്? ഈ പറയുന്ന apparatusകൾ, എക്യുപ്മെന്റ്സുകൾ ദാറ്റ് കൺസ്യൂംസ് ദ ഗ്യാസസ് അല്ലെ. ആ മെഡിക്കൽ ഗ്യാസിനെ കൺസ്യൂം ചെയ്യുന്ന, ഉപയോഗിക്കുന്ന അത്തരം മെഡിക്കൽ എക്യുപ്മെന്റ്സുകളെയാണ് നമ്മൾ സെക്കൻഡറി എക്യുപ്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. ജസ്റ്റ് കാണിക്കാൻ നമുക്ക് ഹോൾ ഹോസസ്, ഗ്യാസ് ഫ്ലോ മീറ്റേഴ്സ്, ഗേജസ് and vacuum regulators are not a part of the pipeline system. Hole hoses എന്ന് പറയുമ്പോൾ ഹോസ് എന്ന് പറഞ്ഞാൽ അറിയാലോ. ഹോസ് എന്ന് അറിയില്ലേ നമ്മള്? ഹോസ് എന്നാണ് നമ്മൾ പൊതുവെ പറയുന്നത്. ഹോസ് അല്ല, ഹോസ് ആണ് കേട്ടോ. ഓക്കെ, ഹോസ് മീൻസ് എന്താ? ഒരു നാരോ പൈപ്പാണ് അല്ലെ. ആൻഡ് ഗ്യാസ് ഫ്ലോ മീറ്റേഴ്സ് നമ്മള് ഈ മെഡിക്കൽ ഗ്യാസിന്റെ ഈ പറയുന്ന ആ ഒരു ഫ്ലോയിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് കേട്ടോ.
ഫ്ലോ മീറ്റർ എന്ന് പറയുന്നത്. അതായത് സിലിണ്ടറിനോടൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ ഓക്സിജൻ സിലിണ്ടറിന്റെ ഒക്കെ മുകളിൽ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടാവും ഈ ഫ്ലോ മീറ്റർ. ഓക്കെ, ഫ്ലോ മീറ്റർ ഓക്കെ നിങ്ങൾ പഠിച്ചു അല്ലെ? മെഡിക്കൽ എക്യുപ്മെന്റിനായിട്ട് പഠിച്ചില്ലേ? അതായിരുന്നു. ഓക്കെ, ഗേജസ് എന്താണ്? ഗേജ് എന്ന് പറഞ്ഞാൽ എന്താ? മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഈ മെഡിക്കൽ ഗ്യാസിന്റെ ആ ഒരു ഫ്ലോയും അതിന്റെ ആ ഒരു പ്രഷറും ഒക്കെ കറക്റ്റ് ആയിട്ട് മെഷർ ചെയ്ത് പോകാനായിട്ട് ഗേജസ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, കറക്റ്റ് ആയിട്ട് രാജേഷ് മെഷർമെന്റ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ വാക്വം റെഗുലേറ്റേഴ്സ്, ഇതൊക്കെ എന്തിന്റെ ഭാഗങ്ങളാണ്? ഇത് പൈപ്പ് ലൈൻ സംവിധാനങ്ങളുടെ ഭാഗമാണോ? അല്ല, മെഡിക്കൽ ഗ്യാസ് കൺസ്യൂം ചെയ്യുന്ന ഉപകരണങ്ങളാണ് അല്ലെ? ഓക്കെ, they can contribute greatly to gas and vacuum consumption. കൺസ്യൂം ചെയ്യുന്ന എക്യുപ്മെന്റ്സുകളാണ്. These items should be checked frequently as a part of routine inspection procedures. അത് നമ്മുടെ പതിവ് പരിശോധനകളുടെ ഭാഗമായിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള എക്യുപ്മെന്റ്സുകൾ ഫ്രീക്വന്റ് ആയിട്ട് എന്ത് ചെയ്യണം? ചെക്ക് ചെയ്തിരിക്കണം അല്ലെ? പരിശോധിക്കണം. നമ്മുടെ പൈപ്പ് ലൈൻ സംവിധാനങ്ങളിൽ മാത്രം സേഫ്റ്റി ഉറപ്പുവരുത്തിയാൽ പോരാതെ അവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും ഒക്കെയാണ്. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന മെഡിക്കൽ എക്യുപ്മെന്റ് സേഫ് അല്ലാന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് എന്ത് ചെയ്യും? ആരോഗ്യത്തെ ബാധിക്കും. അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന മെഡിക്കൽ ഗ്യാസുകൾ കൺസ്യൂം ചെയ്യുന്ന അനസ്തെറ്റിക് മെഷീനുകൾ, വെന്റിലേറ്ററുകൾ, ഇതൊക്കെ എന്താണ്? സെക്കൻഡറി എക്യുപ്മെന്റുകൾക്ക് എക്സാമ്പിൾ ആണ് കേട്ടോ. അപ്പൊ അത്തരം എക്യുപ്മെന്റുകളൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഇതിന് വേണ്ടിയിട്ടാണ് പേഷ്യന്റ് സേഫ്റ്റി അല്ലെ? പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. ഇത്രയുമാണ് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സംവിധാനത്തിന്റെ കമ്പോണന്റുകളായിട്ട് പഠിക്കാൻ. എളുപ്പമല്ലേ ഇത് പഠിച്ചത്? എളുപ്പമല്ലേ? സോഴ്സസ് നമ്മൾ പഠിച്ചു. സോഴ്സിനോടനുബന്ധിച്ച് വരുന്ന മാനിഫോൾഡ് സിസ്റ്റം എന്താണെന്ന് മനസ്സിലാക്കി. പൈപ്പിംഗ് നെറ്റ്വർക്ക് ആണ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഹൈ ക്വാളിറ്റി കോപ്പർ ആണ് പൈപ്പിംഗ് നെറ്റ്വർക്കുകൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അല്ലെ? പിന്നെ വാൽവുകൾ രണ്ട് തരത്തിലുണ്ട്. സോണൽ വാൽവ് ഉണ്ട്, സർവീസ് വാൽവ് ഉണ്ട്. അതിന്റെ സ്റ്റാഫുകൾക്ക് ആക്സസിബിൾ ആയിട്ടുള്ള വാൽവ് ഏതാണ്? സർവീസ് വാൽവുകളാണ്. വാൽവിന്റെ പർപ്പസ് എന്താണ്? ടു കൺട്രോൾ ദ ഫ്ലോ ഓഫ് ഗ്യാസസ് അല്ലെ? ഗ്യാസിന്റെ ഫ്ലോ കൺട്രോൾ ചെയ്യാന്നുള്ളതാണ് ആരുടെ പർപ്പസ്? വാൽവിന്റെ പർപ്പസ്. ഓക്കെ, പിന്നെ വാർണിംഗ് ആൻഡ് അലാം സംവിധാനങ്ങൾ എന്തിനാ? ടു മോണിറ്റർ ദ ഫ്ലോ ഓഫ് ഗ്യാസസ് അല്ലെ? ഓക്കെ, ഫ്ലോ ഓഫ് ഗ്യാസസിനെ മോണിറ്റർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് വാർണിംഗ് ആൻഡ് അലാം സംവിധാനം കേട്ടോ. ഓക്കെ, ഔട്ട്ലെറ്റ് ഇൻലെറ്റിന്റെ പർപ്പസ് എന്താണ്? ടു സപ്ലൈ ദ മെഡിക്കൽ ഗ്യാസസ് ആൻഡ് വാക്വം. സെക്കൻഡറി എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെഡിക്കൽ ഡിവൈസസ് വിച്ച് ആർ കൺസ്യൂം which consume the medical gases. മെഡിക്കൽ ഗ്യാസസ് കൺസ്യൂം ചെയ്യുന്ന ഉപകരണങ്ങളെയാണ് നമ്മൾ സെക്കൻഡറി എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആണോ? ക്ലിയർ ആണോ? മനസ്സിലായോ? കമ്പോണന്റുകളിൽ കടന്നു പോകില്ലല്ലോ? ഓക്കെ, ക്ലിയർ. ശരിക്കും പറഞ്ഞാല് നമുക്ക് പഠിക്കാനുള്ള മെയിൻ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞു. ഓക്കെ, ഇനിയുള്ള കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാണ്. ഇനിയുള്ള കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് വേഗം പറഞ്ഞു പോകാൻ പറ്റിയ കാര്യങ്ങളാണ് ഇനി വരാറുള്ളത് കേട്ടോ. അതിനു മുൻപ് നമ്മള് ഈ പറയുന്ന പോലെ വേറെ കുറച്ച് യാത്രയാണ്. പിന്നെ കളർ കോഡ് ഉണ്ട്. കളർ കോഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, കളർ കോഡ് നമുക്ക് കൂടുതലും ഈ പറയുന്ന പോലെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്ന ഭാഗങ്ങൾ ഇത്രയും ഭാഗങ്ങളൊക്കെയാണ്. അതായത് മെഡിക്കൽ ഗ്യാസുകൾ, അതിന്റെ ഉപയോഗങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുന്നത്. പിന്നെ ഈ പറയുന്ന സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിൽ വരുന്ന കമ്പോണന്റുകൾ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. പിന്നെ കളർ കോഡ്, അത് എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം. കളർ കോഡ് ഇത് ഉറപ്പാണ്, ക്വസ്റ്റ്യൻ ഉറപ്പാണ് കേട്ടോ. എന്തെങ്കിലും മെഡിക്കൽ ഗ്യാസ് വന്നിട്ട് അതിന്റെ കളർ കോഡ് ഏതാണെന്ന് ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ ഇനി നെക്സ്റ്റ് നമുക്ക് അതിലേക്ക് നോക്കാം. സെക്കൻഡറി എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. അതായത് ഇത്രയേ ഉള്ളൂ. നമ്മള് മെഡിക്കൽ ഗ്യാസുകൾ ഉപയോഗപ്പെടുത്തുന്ന ഉപകരണങ്ങൾ ഉണ്ടല്ലോ, അത് തുടക്കം പറഞ്ഞില്ലേ. നമ്മൾ മെഡിക്കൽ ഗ്യാസ് എങ്ങനെയാണ് ഒരു പേഷ്യന്റിന്റെ ശരീരത്തിലോട്ട് കൊടുക്കുന്നത്? മാസ്ക് മുഖേനയാവാം, നേസൽ ക്യാനുല വഴിയായിരിക്കാം, വെന്റിലേറ്റർ മെഷീനിലൂടെ ആവാം അല്ലെ, അല്ലെങ്കിൽ ഈ പറയുന്ന അനസ്തെറ്റിക് മെഷീനുകളിലൂടെ ആവാം. അങ്ങനെയുള്ള എക്യുപ്മെന്റ്സുകളെയാണ് നമ്മൾ സെക്കൻഡറി എക്യുപ്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് നമ്മൾ ആ പൈപ്പ് ലൈനിൽ നിന്ന് ഔട്ട്ലെറ്റും ഇൻലെറ്റും വഴി പുറത്തോട്ട് വരുന്ന മെഡിക്കൽ ഗ്യാസിനെ നമ്മൾക്ക് എന്ത് ചെയ്യണം? ഈ പറയുന്ന രോഗിയുടെ ശരീരത്തിനകത്തേക്ക് കയറ്റി വിടണം. അതിന് നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന ആ ഒരു ഉപകരണങ്ങളെയാണ് സെക്കൻഡറി എക്യുപ്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. എക്സാമ്പിൾ ആയിട്ട് മറ്റേ ഫ്ലോ മീറ്റർ, ഗേജസുകള്, പിന്നെ വെന്റിലേറ്റർ മെഷീനുകള്, അനസ്തെറ്റിക് മെഷീനുകള്, ഇതൊക്കെ അതിന് എക്സാമ്പിൾ ആണ് കേട്ടോ. ഓക്കെ, അത്രയും. ഇനി നെക്സ്റ്റ് വരുന്നതാണ് അഡ്വാൻറ്റേജസ് ഓഫ് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം. നമ്മൾ ഒരു സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജസുകൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇങ്ങനെ ഒരു സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ഉള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജസുകളുണ്ട്.
അതിൽ ഓരോ കാറ്റഗറി ആയിട്ട് തിരിച്ചു തന്നത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പേഷ്യൻസിന് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ട്, സ്റ്റാഫുകൾക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ട്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ട്, അങ്ങനെ പ്രത്യേക ഒരു കാറ്റഗറി തിരിച്ചിട്ട് അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊന്നും നോട്ട് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ അതിലൊരു പോയിന്റ് തന്നിട്ട് പേഷ്യൻസിന്റെ ബെനിഫിറ്റിൽ പെടുന്നത് എന്താണ്, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്ക് താഴെ പറയുന്നത് ഏത് ബെനിഫിറ്റ് ആണ് വരുന്നത്, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഇങ്ങനെയുള്ള ബെനിഫിറ്റ് ആണ് ഉള്ളത്. അത് പ്രത്യേകം തിരിച്ചു കൊടുത്തിട്ടുള്ളത് കൊണ്ട് നോട്ട് ചെയ്തിരിക്കുക കേട്ടോ. ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഫോർ പേഷ്യൻസ് ആണ് കേട്ടോ. പേഷ്യൻസിന് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ട് നോക്കാം. There will be no disturbing cycle of oxygen cylinder at the bedside. നമ്മൾ ഈ ബെഡിന്റെ അരികില് ഓക്സിജൻ സിലിണ്ടർ വെക്കുന്ന അത്തരം സാഹചര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റും. ശരിയല്ലേ? നമുക്ക് ഇങ്ങനെ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ഒക്കെ ഉണ്ടാകുമ്പോൾ ആ സിലിണ്ടർ ഒന്ന് കൊണ്ട് റൂമിൽ കൊണ്ടുപോയിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. നമ്മുടെ കയ്യിൽ എല്ലാം നമുക്ക് എന്തുണ്ട്, ഔട്ട്ലെറ്റ് ഇൻലെറ്റ് വഴിയായിട്ട് സുഖമായിട്ട് നമുക്ക് ആ ഒരു മെഡിക്കൽ എക്യുപ്മെന്റിലേക്ക് കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഒരു ടെൻഷനാണ്, ആണല്ലോ, ടെൻഷൻ ഉണ്ട്. പിന്നെ അതിന്റെ ഇടയ്ക്കൂടെ ഇങ്ങനെയുള്ള വലിയ എക്യുപ്മെന്റ്സുകളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ആകെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിന് പറയുന്നത് നോ ഡിസ്റ്റർബിംഗ് സൈക്കിൾ ഓഫ് ഓക്സിജൻ സിലിണ്ടർ അറ്റ് ദ വെബ്സൈറ്റ് അല്ലെ. അതായത് നമ്മുടെ വെബ്സൈറ്റില് ഇത്തരം ഓക്സിജൻ സിലിണ്ടറുകൾ വെക്കുന്ന അത്തരം സാഹചര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒഴിവാക്കാൻ പറ്റുന്നുണ്ട്. കാരണം അതിന്റെ ആവശ്യം അവിടെ വരുന്നില്ല. നേരിട്ട് നമുക്ക് ഔട്ട്ലെറ്റുകൾ ഇവിടെ എന്തിലേക്ക് കിട്ടുന്നുണ്ട്, നമുക്കറിയാം ടെർമിനൽ യൂണിറ്റുകളും അല്ലെ, ഈ പറയുന്ന വാൾ ടെർമിനൽ യൂണിറ്റുകളൊക്കെ വഴി ഈസി ആയിട്ട് നമുക്ക് ആ മെഡിക്കൽ ഗ്യാസ് എത്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതൊരു വലിയ അഡ്വാൻറ്റേജ് അല്ലേ. ഓക്കെ, പിന്നെന്താണ്, elimination of the annoying noise from the movement of cylinder in and around the hospital. അതുപോലെ തന്നെ ഈ ഹോസ്പിറ്റലിനകത്തും പരിസരത്തുമായിട്ടൊക്കെ നമ്മൾ ഈ പറയുന്ന സിലിണ്ടറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്യുന്നത് മൂലം ഉണ്ടാകുന്ന ആ ഒരു അനോയിങ് നോയ്സ് നമുക്ക് അവിടെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. അല്ലെ, സിലിണ്ടർ ഉരുട്ടിക്കൊണ്ട് പോകുന്ന അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുമ്പോൾ ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള അനോയിങ് നോയ്സുകളുടെ പ്രശ്നങ്ങളൊന്നും ഇനി വരില്ല അല്ലെ. കാര്യം എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം. കാരണം എല്ലാ സിലിണ്ടറുകളും എല്ലാം എവിടെയാണ്, അത് മാനിഫോൾഡ് സിസ്റ്റത്തിനകത്ത് സ്റ്റോർഡ് ആണ് അല്ലെ. സിലിണ്ടറൊന്നും നമ്മൾ കാണുന്നില്ല, നേരിട്ട് അവിടെ നിന്ന് സപ്ലൈ വരുന്നത് മാത്രമേ ഉള്ളൂ അല്ലെ. അതുകൊണ്ട് തന്നെ ഇത്രയുള്ള ഒരു ഹോസ്പിറ്റലിന്റെ അകത്തും പരിസരത്തും ഒക്കെ ആയിട്ട് ഇത്തരം സിലിണ്ടറുകൾ മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അനോയിങ് നോയ്സ് അത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു പോയിന്റ് നോക്കി, പ്രൊട്ടക്ഷൻ ഓഫ് സ്റ്റെറൈൽ ഏരിയാസ് ഫ്രം കണ്ടാമിനേഷൻ ഡ്യൂ ടു ദ യൂസ് ആൻഡ് മൂവ്മെന്റ് ഓഫ് സിലിണ്ടർ. അതുപോലെ നമ്മൾ സിലിണ്ടറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത് കൊണ്ട് എന്തുണ്ടാവാം, ഹോസ്പിറ്റൽ ഏരിയകള് കണ്ടാമിനേറ്റ് ചെയ്യപ്പെടാം അല്ലെ. നമുക്കറിയാം ഹോസ്പിറ്റൽ ഏരിയ എന്ന് പറയുമ്പോൾ എപ്പോഴും എന്തായിരിക്കും, സ്റ്റെറൈൽ ഏരിയാസ് ആയിരിക്കും അല്ലെ. ആ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ അത്രയും അണുവിമുക്തമാക്കി സൂക്ഷിക്കുന്ന ഏരിയകളാണ് ഹോസ്പിറ്റലിലേക്ക് അല്ലെ. അപ്പൊ നമ്മൾ അതിൽ കൂടെ ഈ പറയുന്ന സിലിണ്ടറും അതൊക്കെ എടുത്ത് മൂച്ചെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത്തരം സ്റ്റെറൈൽ ഏരിയാസ് കണ്ടാമിനേറ്റഡ് ആവാനുള്ള അല്ലെ, കൂടുതൽ കണ്ടാമിനേറ്റഡ് ആവാനുള്ള ഒരു ചാൻസ് നമുക്ക് അത്തരം സാഹചര്യങ്ങളിലൂടെ ഉണ്ടാകുമോ? ഇല്ല. അതാണ് അവിടെ പറയുന്നത്, പ്രൊട്ടക്ഷൻ ഓഫ് സ്റ്റെറൈൽ ഏരിയാസ് ഫ്രം കണ്ടാമിനേഷൻ. അതായത് സ്റ്റെറൈൽ ഏരിയസിനെ കണ്ടാമിനേറ്റഡ് ആകുന്നതിൽ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത പോയിന്റ് എന്താണ്, കോൺസ്റ്റന്റ് ആൻഡ് ക്ലീൻ സപ്ലൈ അറ്റ് റിക്വയർഡ് ലൊക്കേഷൻ. നമുക്ക് ആവശ്യമുള്ള ലൊക്കേഷനിലൊക്കെ നമുക്കൊരു സ്ഥിരമായിട്ടും ഒരു വളരെ വൃത്തിയുള്ളതുമായ ഒരു വാതക വിതരണം നമുക്ക് ഉറപ്പാക്കാനായിട്ട് സാധിക്കും അല്ലെ. പേഷ്യന്റ് ഏത് ലൊക്കേഷനിലേക്കാണോ ആവശ്യമായിട്ടുള്ളത് അവിടേക്ക് നമുക്ക് ഒരു കോൺസ്റ്റന്റ് ആയിട്ടും വളരെ വൃത്തിയുള്ള രീതിയിലും നമുക്ക് ആ ഒരു ഗ്യാസിന്റെ സപ്ലൈ വിതരണം നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് ഈ പറയുന്ന മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം നമുക്ക് സാധിക്കും. ഇത്രയുമാണ് പേഷ്യൻസിനായിട്ടുള്ള ഒരു ബെനിഫിറ്റ് ആയിട്ട് അവര് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മളൊരു പേഷ്യൻസിനെ സംബന്ധിച്ച ഒരു ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റിന് വരുമ്പോൾ കുറച്ചുകൂടെ ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലെ. അതിന്റെ അടുത്തുള്ള അനോയിങ് നോയ്സുകൾ അല്ലെങ്കിൽ ഡിസ്റ്റർബിംഗ് സൈറ്റുകൾ അതൊക്കെ നമുക്ക് അവിടെ ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, സിമ്പിൾ പോയിന്റുകളാണ് കേട്ടോ. വേറെ എക്സ്പ്ലനേഷൻ ആവശ്യമൊന്നും എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാക്കാൻ ചോദിക്കാം കേട്ടോ. അടുത്തത് എന്താണ്, ഫോർ ഹോസ്പിറ്റൽ സ്റ്റാഫ് എന്നാണ് കേട്ടോ. ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്ക് അതായത് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് എന്തൊക്കെ ബെനിഫിറ്റുകളാണ് ഇങ്ങനെയുള്ള ഒരു മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ഉള്ളതുകൊണ്ട്? ഒന്ന്, സ്വിഫ്റ്റ് അവൈലബിലിറ്റി. സ്റ്റേറ്റ് എന്നല്ലാട്ടോ, സ്റ്റാഫ് എന്നാക്കാട്ടോ. സ്റ്റേറ്റ് എന്നാണ് അത് തിരുത്താട്ടോ, സ്റ്റാഫ് എന്നാക്കാട്ടോ. ഓക്കെ, സ്റ്റേറ്റ് അല്ല സ്റ്റാഫ്. ഞാൻ ഇടയിൽ തിരുത്തിയതാണെന്ന് വിചാരിച്ചത് കേട്ടോ, അതുകൊണ്ട് ഞാൻ പറയാതില്ല. സ്റ്റാഫ് ആണ്. ഓക്കെ, അപ്പൊ നോക്കാം, സ്വിഫ്റ്റ് അവൈലബിലിറ്റി ഓഫ് ഗ്യാസ് ഓൺ ടാപ്സ്.
അതേപോലെ ടാപ്പുകളില് നമുക്ക് എന്താണ് വളരെ വേഗം തന്നെ ഈ പറയുന്ന ഗ്യാസിന്റെ അവൈലബിലിറ്റി ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും. ടാപ്പിൽ കിട്ടാന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് ആവശ്യമായിട്ടുള്ള ലൊക്കേഷനിൽ നമ്മുടെ എന്താണ് റീച്ചബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വളരെ വേഗത്തിൽ തന്നെ നമുക്ക് ഗ്യാസിന്റെ ആ ഒരു അവൈലബിലിറ്റി, മെഡിക്കൽ ഗ്യാസിന്റെ അവൈലബിലിറ്റി ഉറപ്പാക്കാനായിട്ട് സാധിക്കും. അതിനാൽ ടാപ്പുകളിൽ ഈ പറയുന്ന ഗ്യാസിന്റെ അവൈലബിലിറ്റി വളരെ പെട്ടെന്ന് ഉള്ള ലഭ്യത ഉറപ്പാക്കാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് മെഡിക്കൽ ഗ്യാസ് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, പ്രത്യേകിച്ച് ഒരു ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്ക് തന്നെ അത്യാവശ്യമാണ്. ഒരു പേഷ്യന്റിന് ഒരു എമർജൻസി വന്നു കഴിഞ്ഞാല് ഒരു സിലിണ്ടർ എടുത്തുകൊണ്ട് പോയി കൊണ്ടുവന്ന് കണക്ട് ചെയ്യാനുള്ള ടൈമൊന്നും ചിലപ്പോൾ അവിടെ കിട്ടിയിട്ട് വരില്ല അല്ലെ. അതേസമയം അവർക്ക് റീച്ചബിൾ ആയിട്ട് ഓൺ ദ സ്പോട്ടിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മെഡിക്കൽ ഗ്യാസുകളുടെ വിതരണം നമുക്ക് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിൽ ലഭിക്കും. സോ ദിസ് is one of the important advantage for the hospital staff. Then അടുത്ത എന്താണ്, ക്ലീൻ, സേഫ് ആൻഡ് ഡിപ്പെൻഡബിൾ ഡെലിവറി ഓഫ് ഗ്യാസ്. അതുപോലെ തന്നെ നമുക്ക് മെഡിക്കൽ ഗ്യാസുകൾ വളരെ ക്ലീൻ ആയിട്ട് വളരെ സേഫ് ആയിട്ട് തന്നെ നമുക്ക് ഡിപ്പെൻഡബിൾ മീൻസ് നമുക്ക് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്ന ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ ഈ പറയുന്ന മെഡിക്കൽ ഗ്യാസുകളുടെ വിതരണം ഉറപ്പുവരുത്താനായിട്ട് സാധിക്കുന്നത്. വളരെ സേഫ് ആയിട്ടും വളരെ ക്ലീൻ ആയിട്ടും ആ മെഡിക്കൽ മാർഗ വിതരണം ഉറപ്പുവരുത്താനായിട്ട് സാധിക്കുന്നുണ്ട്. അത് അവർക്കുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ റെഗുലർ ഫ്ലോ ഓഫ് ഗ്യാസസ് എന്നാണ് കേട്ടോ. ഗേറ്റ്സ് എന്നാണ് എടുക്കുന്നതെങ്കിൽ തിരുത്താണ് കേട്ടോ. ഗ്യാസസ് എന്നാക്കി മാറ്റിനെ ഗ്യാസ്. ഓക്കെ, റെഗുലർ ഫ്ലോ ഓഫ് ഗ്യാസസ് whenever and wherever needed. നമുക്ക് എപ്പോഴൊക്കെ എവിടെയൊക്കെ നമുക്ക് ഈ പറയുന്ന മെഡിക്കൽ ഗ്യാസുകൾ ആവശ്യമായിട്ട് വരുന്നു അവിടെ എല്ലാം തന്നെ നമുക്ക് അതിന്റെ ഒരു റെഗുലർ ഫ്ലോ ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും അല്ലേ. ഓക്കെ, അതാണ് മറ്റൊരു അഡ്വാൻറ്റേജ്. റെഗുലർ ഫ്ലോ ഓഫ് ഗ്യാസസ് whenever and wherever needed അല്ലേ. ഓക്കെ, അടുത്തത് എന്താണ്, മിനിമൽ ആക്സിഡന്റൽ റിസ്ക് ഡ്യൂ ടു ഡിസ്ഹാൻഡിലിംഗ് ഓഫ് സിലിണ്ടേഴ്സ്. നമ്മൾ ഈ സിലിണ്ടറുകൾ ഡിസ്ഹാൻഡിൽ ചെയ്യുന്നത് മൂലം ഉണ്ടാകുന്ന ആക്സിഡന്റുകൾ, അത്തരം റിസ്കുകൾ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മൾ സിലിണ്ടർ ഒക്കെ എടുത്ത് റൂമിൽ കൊണ്ടുവന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ അവിടെ ഈ പറയുന്ന പോലെ നമുക്ക് റിസ്കുകൾ കൂടുതലാണ് അല്ലെ. ആക്സിഡൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറി ഒക്കെ സംഭവിക്കുകയാണെങ്കിൽ സിലിണ്ടർ താഴെ വീഴോ, കാലുമ വീഴോ, നെറ്റ് വീഴോ, അങ്ങനെയൊക്കെ എന്തെങ്കിലും ആക്സിഡന്റുകളൊക്കെ സംഭവിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് അല്ലെ. പക്ഷെ ഇതാവുമ്പോൾ പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല അല്ലെ. സിലിണ്ടറുകൾ ഡിസ്ഹാൻഡിൽ ചെയ്യുന്നത് മൂലം ഉണ്ടാകുന്ന ആക്സിഡന്റ് റിസ്കുകളൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ ഇത്രയും പോയിന്റ്സുകൾ? ഓക്കെ അല്ലേ, ക്ലിയർ ആണ്. അടുത്തതാണ് ഫോർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് കേട്ടോ. ഇനി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണുള്ളതെന്നാണ് പറയുന്നത് കേട്ടോ. അതിന്തുകൊണ്ട് അങ്ങനെ എടുത്തു പറയേണ്ടത്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അവര് ഓവറോൾ മാനേജ്മെന്റ് ചെയ്യുന്ന ഒരു ആൾക്കാരാണ് അല്ലെ. ഒരു ഹോസ്പിറ്റലിന്റെ ഓവറോൾ ആയിട്ടുള്ള മാനേജ്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നത് ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണല്ലോ. ഓക്കെ, അപ്പൊ അവർക്ക് എന്തൊക്കെയാണ് ഈ പറയുന്ന സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റങ്ങളുടെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് പോയിന്റ് നോക്കി, ഈസി പർച്ചേസ് ഓഫ് ഗ്യാസസ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് അറ്റ് ഫേവറബിൾ ടേംസ്. അതായത് വളരെ ഫേവറബിൾ ടേംസിൽ നമുക്ക് വലിയൊരു അളവിൽ തന്നെ നമുക്ക് ഗ്യാസസുകളെ ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ബൾക്കായിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് കുറെ സപ്ലൈസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ബൾക്ക് പർച്ചേസിങ് നടത്തുന്നത് കൊണ്ടും നമുക്ക് വളരെ ഫേവറബിൾ ആയിട്ട് ഒന്നോ രണ്ടെണ്ണോ ആയിട്ടൊന്നും അല്ലല്ലോ ഹോസ്പിറ്റലിലോട്ട് വന്നത്. ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു എന്താ പറയുക ഫേവറബിൾ ടേംസിൽ തന്നെ വളരെ വലിയ അളവുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, മെഡിക്കൽ ഗ്യാസുകൾ ഈസി ആയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അവർക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ സംബന്ധിച്ച് അവർക്കത് സൗകര്യമാണ് അല്ലെ. അതുപോലെ തന്നെ എന്താണ്, എക്കണോമി ഓൺ പർച്ചേസ് ഓഫ് സിലിണ്ടർ. എക്കണോമി ഓൺ പർച്ചേസ് ഓഫ് സിലിണ്ടർ. എക്കണോമി എന്ന് പറയുമ്പോൾ ലാഭകരമായിട്ടുള്ള രീതിയിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് വളരെ ലാഭകരമായിട്ടുള്ള രീതിയിൽ സിലിണ്ടറുകളൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. കാര്യം ഇത്രയേ ഉള്ളൂ, ബൾക്കായിട്ട് നമ്മൾ വാങ്ങുന്നു ഹോസ്പിറ്റൽ പർപ്പസിനായതുകൊണ്ട് തന്നെ വളരെ ലാഭകരമായിട്ടുള്ള രീതിയിൽ നമുക്ക് സിലിണ്ടറുകൾ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ലെസർ ബ്രേക്കേജസ്. ബ്രേക്കേജസിനുള്ള ചാൻസ് കുറവാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ പർപ്പസിന് ആയതുകൊണ്ട് തന്നെ സിലിണ്ടറുകളൊക്കെ അത്രയും സേഫ് ആയിട്ടുള്ള സിലിണ്ടറുകളും മറ്റുമൊക്കെ ആയിരിക്കും അവര് എന്ത് ചെയ്യുന്നുണ്ടാവാം ലഭിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെയുള്ള സിലിണ്ടറുകളാണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് എന്താണ് ലെസർ ബ്രേക്കേജസ് ചാൻസസേ ഉള്ളൂ. ബ്രേക്കേജ് ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കുറവാണ്. പിന്നെ എന്താന്ന് വെച്ചാല്
Rationalization in ordering, storing and transporting a wide variety and sizes of gas cylinder. Rationalization എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന പരമാവധി കോസ്റ്റ് കുറച്ചുകൊണ്ട് വളരെ എക്കണോമിക്കലി, അതായത് വളരെ ലാഭകരമായിട്ടുള്ള രീതിയിൽ നമുക്ക് ഈ പറയുന്ന ഒരേ കാര്യം തന്നെ പറയുന്നത് മെഡിക്കൽ ഗ്യാസുകളൊക്കെ ഓർഡർ ചെയ്യാനും സ്റ്റോർ ചെയ്യാനും അതുപോലെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാല് ലെസ് ഡാമേജ് ടു ബിൽഡിംഗ് ഡ്യൂ ടു ഹാൻഡ്ലിംഗ് ഓഫ് സിലിണ്ടേഴ്സ്. അതുപോലെ തന്നെ ഈ സിലിണ്ടറുകൾ നമുക്കറിയാൻ ഒരു സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സംവിധാനങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ സിലിണ്ടറുകൾ നമുക്ക് ഓരോ ഏരിയയിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് അവിടെ വരുന്നില്ല. കാരണം എല്ലാ മാനിഫോൾഡ് സിസ്റ്റത്തിനകത്ത് സെറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ സിലിണ്ടറുകൾ ഹാൻഡിൽ ചെയ്യുന്നത് മൂലം ഉണ്ടാവുന്ന ബിൽഡിങ്ങിന്റെ ഡാമേജ് ഒക്കെ കുറവായിരിക്കും അല്ലെ. ഇപ്പൊ നമ്മൾ സിലിണ്ടർ എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോകും ഇങ്ങോട്ട് കൊണ്ടുപോകുകയും അല്ലെങ്കിൽ മറ്റുള്ള ഏരിയകളിലേക്ക് കൊണ്ടുപോകുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ആ ബിൽഡിങ്ങിന് മറ്റും കേടുപാടുകൾ വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല. കാര്യം എന്താണ്, സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സംവിധാനം എന്ന് പറഞ്ഞാൽ അതിനായിട്ടൊരു പ്രത്യേക ഒരു സംവിധാനം തന്നെയുണ്ട്. അവിടെയാണ് നമ്മൾ എല്ലാ സിലിണ്ടറുകളും സ്റ്റോർ ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും ഒക്കെ അവിടെ വെച്ച് തന്നെയാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അതുമൂലം ഉണ്ടാകുന്ന ബിൽഡിങ്ങിന്റെ നാശനഷ്ടങ്ങൾ നമുക്ക് ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത്രയുമാണ് ബെനിഫിറ്റ് കേട്ടോ. നമ്മുടെ സ്റ്റാഫുകൾക്കും ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്കും പേഷ്യൻസിനും അഡ്മിനിസ്ട്രേറ്റർക്കുമുള്ള ബെനിഫിറ്റുകളാണ് പഠിച്ചത്. ക്ലിയർ ആണല്ലോ? അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കി. പേഷ്യന്റിന്റെ ഫസ്റ്റ് പോയിന്റ് ആണോ? പേഷ്യന്റിന്റെ ഫസ്റ്റ് പോയിന്റ് ഇതാണ്. There will be no disturbing sight of oxygen cylinder at the bedside. കേട്ടോ, ബെഡ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ ബെഡുകളുടെ അരികില് ഇപ്പൊ പേഷ്യന്റ് കിടക്കുന്ന ആ ബെഡുകളുടെ അരികിലായിട്ട് ഇത്തരം സിലിണ്ടറുകളൊക്കെ ഓക്സിജൻ സിലിണ്ടറുകളൊക്കെ വെക്കുന്ന അത്തരം സാഹചര്യങ്ങളെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. സിലിണ്ടർ അങ്ങനെ കൊണ്ടുവയ്ക്കേണ്ട കാര്യം വരുന്നുണ്ടോ? റൂമിലോ അല്ലെങ്കിൽ ബെഡിന്റെ സൈഡിലോ സിലിണ്ടർ കൊണ്ടുവയ്ക്കേണ്ട കാര്യം വരുന്നുണ്ടോ? വരുന്നില്ല. കാര്യം എന്താണ്, മെഡിക്കൽ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പൈപ്പിംഗ് നെറ്റ്വർക്കുകൾ വഴി നമുക്ക് ഔട്ട്ലെറ്റുകൾ വഴി ആ ഗ്യാസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ അതിന് വേണ്ടി ഒരു സിലിണ്ടർ കൊണ്ട് വെക്കുന്ന ആ ഒരു ഡിസ്റ്റർബിങ് സൈറ്റ്, നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആ ഒരു കാഴ്ച, ആ സൈറ്റ് നമുക്ക് അവിടെ ഒഴിവാക്കാനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത് കേട്ടോ. വേറൊന്നുമല്ല, സിലിണ്ടർ ഒന്നും കൊണ്ടുവയ്ക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. അത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ലക്ഷ്മിക്ക് മനസ്സിലായല്ലോ? ലെസർ ബ്രേക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബ്രേക്കേജസ്, അതായത് ഈ സിലിണ്ടറുകൾക്ക് കേടുപാടുകൾ വരാനുള്ള ചാൻസ്, കേടുകളൊക്കെ വരുന്നില്ല, പോരായ്മകളുള്ള സിലിണ്ടറുകളൊക്കെ വരാനുള്ള കേസ് കുറവാണെന്നാണ് പറയുന്നത്. അതെന്താ, ഹോസ്പിറ്റൽ പർപ്പസിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ സിലിണ്ടറുകൾ കൊണ്ടുപോകുന്നത് അല്ലെ. അപ്പൊ അത് വളരെ സേഫ് ആയിട്ടുള്ള സിലിണ്ടറുകളായിരിക്കും. മനസ്സിലായോ? ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് നമ്മൾ സപ്ലൈ ചെയ്യുന്ന സിലിണ്ടേഴ്സ് ആവുമ്പോൾ അത് അത്രയും സേഫ് ആയിരിക്കും. അവിടെ ബ്രേക്കേജ്, സിലിണ്ടറുകൾക്ക് കേടുപാടുകൾ വരാനുള്ള ചാൻസ് കുറവാണ് കേട്ടോ. അങ്ങനെയും ചിന്തിക്കാം. പിന്നെ വേറൊരു തരത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ എന്താണ്, സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സംവിധാനങ്ങളിൽ ബ്രേക്കേജസ് വരാനുള്ള ചാൻസ് കുറവാണ്. അങ്ങനെയും നമുക്ക് പറയാം കേട്ടോ. കാര്യം സിലിണ്ടറുകൾ മറ്റൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് അതിൻ്റെതായ റിസ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ മെഡിക്കൽ ഗ്യാസ് സംവിധാനങ്ങൾ എന്ന് പറയുമ്പോൾ കുറെ കൂടി സേഫ് ആണ്, സെക്യൂർഡ് ആണ് ശരിക്കും കേട്ടോ. നമുക്കൊരു സിലിണ്ടർ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ അത് മാനിഫോൾഡ് സിസ്റ്റത്തിലാണ്, അവിടെയാണ് വെച്ചിരിക്കുന്നത്. സപ്ലൈ കാര്യങ്ങളൊക്കെ പൈപ്പ് ലൈൻ സംവിധാനങ്ങളിലൂടെ നടത്തുന്നത് കൊണ്ട് തന്നെ വലിയ ബ്രേക്കേജസിനുള്ള ചാൻസ് അവിടെ കുറവാണ്. ആ രീതിയിൽ ചിന്തിക്കാം. ഓക്കെ, ഇനി അടുത്തത് കളർ കോഡ് ഓഫ് മെഡിക്കൽ ഗ്യാസസ് ബേസ്ഡ് ഓൺ ISO സ്റ്റാൻഡേർഡ്സ് കേട്ടോ. നമ്മൾ ISO സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കളർ കോഡുകളാണ്. ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കരുത് കേട്ടോ. മെഡിക്കൽ ഗ്യാസിന്റെ കളറല്ല അവിടെ പറയുന്നത്, ആ മെഡിക്കൽ ഗ്യാസിന്റെ ആ കളറാണ്, അങ്ങനെയല്ല കേട്ടോ പറയുന്നത്. നമ്മള് മെഡിക്കൽ ഗ്യാസുകള് പൈപ്പ് ലൈൻ സംവിധാനങ്ങളിലൂടെ കടത്തിവിടുന്നത്, അതിന് നമ്മൾ കളർ കോഡ് ഉപയോഗിക്കും. ഓരോ മെഡിക്കൽ ഗ്യാസിനും ഓരോ പെർട്ടിക്കുലർ കളർ കോഡുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ.
ഇവിടെ പറയുന്നത് ISO സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള കളർ കോഡാണ് നമ്മൾ പറയുന്നത്. ISO സ്റ്റാൻഡർഡൈസ്ഡ് ആണെന്ന് പറയുമ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് എല്ലായിടത്തും ഈ ഒരു കളർ കോഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ എങ്കിലും അത് നമുക്ക് ഫുള്ളി അങ്ങനെയാണെന്ന് പറയാനും പറ്റില്ല കേട്ടോ. ചില സപ്ലയേഴ്സിന്റെ ചില മാനുഫാക്ചേഴ്സിന്റെ ഒക്കെ അനുസരിച്ച് ചിലപ്പോൾ വേണമെങ്കിൽ കളർ കോഡിൽ വ്യത്യാസം വരാം. പക്ഷെ പൊതുവെ ISO സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന കളർ കോഡുകൾ ഏതൊക്കെയാണ് കേട്ടോ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം. 7 എണ്ണത്തിനെ കൊടുത്തിട്ടുണ്ട്. ഓക്സിജന് നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന കളർ കോഡ് ഏതാണെന്നറിയോ? വൈറ്റ് ആണ് ഉപയോഗിക്കുക കേട്ടോ, വൈറ്റ് അല്ലെ. അത് ഇങ്ങനെ ഓർത്താൽ മതി. ഓക്സിജൻ നമ്മളുടെ എന്താണ് വായുവാണ് ഓക്സിജൻ എന്ന് പറയുന്നത് അല്ലെ. ഓക്സിജൻ കിട്ടാത്ത അവസ്ഥ എന്താ? വളരെ ബുദ്ധിമുട്ടാണ്, ഒരു സമാധാനം ഇല്ലാത്തൊരവസ്ഥ അല്ലെ. സമാധാനത്തിന്റെ കളറാണല്ലോ വെള്ള. സമാധാനത്തിന്റെ വെള്ളരിപ്രാവ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അതുപോലെ ഓക്സിജന്റെ കളർ കോഡ് എന്താണ്? വൈറ്റ് ആണ്. ഓക്കെ, സമാധാനം കിട്ടണമെങ്കിൽ ഓക്സിജൻ വേണ്ടേ? അതിന്റെ കളർ എന്താ? വൈറ്റ് ആണ് കേട്ടോ. ഓക്സിജൻ വൈറ്റ് കളറാണ്. പിന്നെ നൈട്രസ് ഓക്സൈഡ് നമുക്കറിയാം ലാഫിംഗ് ഗ്യാസ് ആണ് അല്ലെ. അതിന്റെ കളർ കോഡ് എന്താണ്? ലൈറ്റ് ബ്ലൂ ആണ് കേട്ടോ. ലൈറ്റ് ബ്ലൂ, നല്ല കളർ, ലൈറ്റ് ബ്ലൂ കളറാണ് കേട്ടോ. ഓക്കെ, നൈട്രസ് ഓക്സൈഡിന്റെ കളറ് ലൈറ്റ് ബ്ലൂ കളറാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് മെഡിക്കൽ എയർ. മെഡിക്കൽ എയറിന് ഏത് കളറാണെന്ന് അറിയോ ഉപയോഗിക്കുന്ന കളർ കോഡ്? ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഉപയോഗിക്കുന്നത്. അത് നിങ്ങൾ വെറുതെ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. നമ്മൾ മെഡിക്കൽ എയർ പഠിച്ചപ്പോ നമ്മൾ എന്താ പറഞ്ഞേ? സാധാരണ എയറിനെ നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാളും കൂടിയ പ്രഷറിൽ കംപ്രസ് ചെയ്യുന്ന എയറിനെയാണ്, ആ കംപ്രസ്ഡ് എയറിനെയാണ് മെഡിക്കൽ എയർ എന്ന് പറയുന്നത്. അപ്പൊ കംപ്രസ് ചെയ്യുന്നതിന് മുമ്പുള്ള എയർ എന്തായിരിക്കും? അത് കണ്ടാമിനേറ്റഡ് ആയിരിക്കും. അപ്പൊ അതൊരു ബ്ലാക്ക് ആണെന്ന് വിചാരിക്കാം. പക്ഷെ കംപ്രസ് ചെയ്ത് കഴിയുമ്പോൾ അത് കുറെ കൂടെ പ്യൂരിഫൈഡ് ആകുമ്പോൾ വൈറ്റ് ആയെന്ന് വിചാരിച്ചാൽ കേട്ടോ. അപ്പൊ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ആ കൺസെപ്റ്റ് മനസ്സിലായാൽ അത് കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. മറന്നു പോകാണ്ടിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പൊ മെഡിക്കൽ എയർ എന്താണ്? ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഉപയോഗിക്കുന്നത് കളർ കോഡ്. സക്ഷൻ പർപ്പസ് എന്ന് വെച്ചാൽ അവിടെ ഉദ്ദേശിക്കുന്നത് വാക്വം ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്ന വാക്വം ഉണ്ടല്ലോ, അതിന്റെ കളറാണ് കേട്ടോ. സക്ഷൻ പർപ്പസിനല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്. യെല്ലോ ആണ് കേട്ടോ, യെല്ലോ കളറാണ് യൂസ് ചെയ്യുന്നത്. നൈട്രജൻ ഏത് ഉപയോഗിക്കുന്നത്? ബ്ലാക്ക് ആണ് കേട്ടോ. ബ്ലാക്ക് കളറാണ് നൈട്രജൻ യൂസ് ചെയ്യുന്നത്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഗ്രേ കളറാണ് കേട്ടോ, ഗ്രേ കളർ. ഒന്ന് ആലോചിച്ച് നോക്കി ഇതൊക്കെയാണ് ഓക്സിജന്റെ വൈറ്റ് കളർ. ഓക്കെ, നൈട്രസ് ഓക്സൈഡ് അല്ലെ, ലാഫിംഗ് ഗ്യാസ് ആണ്, വളരെ പ്ലസന്റ് ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഗ്യാസ് ആണ്. അപ്പൊ ലൈറ്റ് ബ്ലൂ, ഓക്കെ, ലൈറ്റ് ബ്ലൂ ഗുഡ് കളർ ആണല്ലോ, ലൈറ്റ് ബ്ലൂ. പിന്നെ മെഡിക്കൽ എയർ ഏതാണ്? ബ്ലാക്ക് ആൻഡ് വൈറ്റ്. പിന്നെ സക്ഷൻ യെല്ലോ കളറാണ്. നൈട്രജന്റെ ഏതായിരുന്നു? ബ്ലാക്ക് ആണ് അല്ലെ. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡിന്റെയോ? ഗ്രേ കളറാണ് അല്ലെ. കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഏതാണ്? ഗ്രേ കളറാണ് കേട്ടോ. ഓക്കെ, ആണോ? ഓക്കെ, അപ്പൊ അത് പഠിച്ചു വെക്കണം കേട്ടോ. എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. ചിലപ്പോ ഗ്യാസ് തന്നിട്ട് അതിന്റെ കളർ കോഡ് ചോദിക്കാം, അല്ലെങ്കിൽ കളർ കോഡ് തന്നിട്ട് ഏത് മെഡിക്കൽ ഗ്യാസിന്റെ ആണെന്ന് ചോദിക്കാം. രണ്ട് രീതിയിലും ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ ആളുകൾ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ നല്ലപോലെ പഠിച്ചു മനസ്സിലാക്കുക. ഇനി പറയുന്ന കാര്യങ്ങൾ സിമ്പിൾ ആണ്. നമ്മൾ ഈ പറയുന്ന കംപ്രസ്ഡ് ഗ്യാസുകളൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ എടുക്കേണ്ട ചില സുരക്ഷാ മുൻകരുതലുകൾ എന്തൊക്കെയാണ്, അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പൊ നോക്കുക, സേഫ് പ്രാക്ടീസസ് വെൻ വർക്കിംഗ് വിത്ത് കംപ്രസ്ഡ് ഗ്യാസ്. ഇത്തരത്തിലുള്ള ഗ്യാസുകൾ, കംപ്രസ്ഡ് ഗ്യാസ് മീൻസ് മെഡിക്കൽ ഗ്യാസുകളൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ, അതുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ട സുരക്ഷാ മുൻകരുതലുകൾ എന്തൊക്കെയാണ്? അത് ഇതുപോലെ തന്നെ 4 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടത് പ്രത്യേകം അവർ പറയുന്നുണ്ട് കേട്ടോ. ഒന്നാമത്തത് ഐഡന്റിഫിക്കേഷൻ ഓഫ് കണ്ടൻസർ കേട്ടോ. ഐഡന്റിഫിക്കേഷൻ ഓഫ് കണ്ടൻസർ, അതായത് ഒരു സിലിണ്ടറിനകത്തുള്ള മെഡിക്കൽ ഗ്യാസ് ഉണ്ടല്ലോ, അത് ഏത് കണ്ടന്റ് ആണ്, ഏത് മെഡിക്കൽ ഗ്യാസ് ആണ്, അത് തിരിച്ചറിയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എടുക്കേണ്ട ചില സേഫ്റ്റി പ്രാക്ടീസസ് കേട്ടോ. അതാണ് ഒരു സെക്ഷൻ നമ്മൾ പഠിക്കുന്നത്, ഐഡന്റിഫിക്കേഷൻ ഓഫ് കണ്ടന്റ്. അതായത് ഇപ്പൊ ഒരു സിലിണ്ടർ കൊണ്ടുവന്നിരിക്കുന്നത്, ആ സിലിണ്ടറിനകത്ത് എന്ത് കണ്ടന്റ് ആണ്, അല്ലെങ്കിൽ ഏത് മെഡിക്കൽ ഗ്യാസ് ആണ്, അത് കൃത്യമായിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം അല്ലെ. ആ ഒരു ഐഡന്റിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എടുക്കേണ്ട ചില സേഫ് പ്രാക്ടീസസ് എന്തൊക്കെയാണ്? ഒന്ന്. പിന്നെ നമ്മൾ പഠിക്കുന്നത് ഓപ്പറേഷണൽ സേഫ്റ്റി ചെക്സ് ആണ്, പ്രവർത്തന സുരക്ഷാ പരിശോധനകള്. അതായത് നമ്മൾ ഈ മെഡിക്കൽ സിലിണ്ടർ, ഈ പറയുന്ന വാതക സിലിണ്ടറുകളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അതുകൊണ്ട് പ്രവർത്തിപ്പിക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ട സേഫ്റ്റി ചെക്കുകൾ എന്തൊക്കെയാണ്? പിന്നെ ഹാൻഡ്ലിംഗ് ആൻഡ് യൂസ്. ഓക്കെ, മെഡിക്കൽ ഗ്യാസുകൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോഴും അത് ഉപയോഗപ്പെടുത്തുമ്പോഴും ശ്രദ്ധിക്കേണ്ട സേഫ് പ്രാക്ടീസസ്. ദെൻ
ലിഫ്റ്റിംഗ് ആൻഡ് ട്രാൻസ്പോർട്ട്. ഈ മെഡിക്കൽ ഗ്യാസ് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ലിഫ്റ്റ് ചെയ്യുമ്പോഴോ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴോ അവിടെ ശ്രദ്ധിക്കേണ്ട സുരക്ഷാ മുൻകരുതലുകൾ. ഓക്കെ, ആ രീതിയിലായിട്ടാണ് നമ്മൾ ഓരോന്നും നോക്കി കാണുന്നത് കേട്ടോ. എളുപ്പമായിട്ടുള്ള കാര്യങ്ങളാണ്, എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, ഐഡന്റിഫിക്കേഷൻ ഓഫ് കണ്ടൻസ്. ഒന്നാമത്തത്, കണ്ടൻസ് ഓഫ് ദ ഗ്യാസ് സിലിണ്ടർ ഷുഡ് ബി ഡിസ്റ്റിങ്ക്റ്റ്ലി റെക്കഗ്നൈസ്ഡ്. നമ്മൾ ഓരോ വാതക സിലിണ്ടറിലും വരുന്ന കണ്ടന്റ് എന്താണെന്നത് അത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, തിരിച്ചറിഞ്ഞിരിക്കണം. അത് എന്താന്ന് വെച്ചാല് ഓരോ മെഡിക്കൽ ഗ്യാസിനും അതിൻ്റെതായ ചില ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. എല്ലാത്തിനും ഒരേ നേച്ചർ അല്ല, പക്ഷെ ഓരോ മെഡിക്കൽ ഗ്യാസിനും അതിൻ്റെതായ ചില സവിശേഷതകളുണ്ട്, അതിൻ്റെതായ ചില പൊട്ടൻഷ്യൽ റിസ്ക് ആൻഡ് ഹസാർഡുകളൊക്കെ ഉണ്ട്. അപ്പൊ അത് വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ വാതക സിലിണ്ടറിലും എന്ത് കണ്ടന്റ് ആണെന്നുള്ളത് അത് കൃത്യമായിട്ട് നമ്മൾ റെക്കഗ്നൈസ് ചെയ്തിരിക്കണം. ഓക്സിജൻ ആണോ, അത് കാർബൺ ഡയോക്സൈഡ് ആണോ, ഇനി നൈട്രജൻ ആണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്തിരിക്കണം. രണ്ടാമത്തെ പറയുന്നത്, അപ്പൊ എങ്ങനെ നമ്മൾ അത് റെക്കഗ്നൈസ് ചെയ്യും? റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് ഒരു കാര്യം നമ്മൾ പഠിച്ച കളർ കോഡ് ഉണ്ട്. കളർ കോഡ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, റെക്കഗ്നൈസ് ചെയ്യാം. പക്ഷെ അപ്പോഴും ഞാനൊരു കാര്യം പറഞ്ഞു, അത് ISO സ്റ്റാൻഡർഡൈസ്ഡ് കളർ കോഡ് ഒക്കെ ഓൾമോസ്റ്റ് എല്ലാവർക്കും സിമിലർ ആണ്. എങ്കിലും ചിലപ്പോൾ സപ്ലൈസ് മാറുന്നതിനനുസരിച്ച്, മാനുഫാക്ചേഴ്സ് ഒക്കെ മാറുന്നതിനനുസരിച്ച് ഒരു പക്ഷെ അവർ ഉപയോഗിക്കുന്ന കളർ കോഡിലെ വ്യത്യാസങ്ങൾ വന്നേക്കാം. അപ്പൊ പൂർണ്ണമായിട്ട് നമുക്ക് കളർ കോഡിനെ മാത്രം ആശ്രയിച്ച് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, കണ്ടന്റുകളെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പൊ അതാണ് നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് അവർ പറഞ്ഞത്. കളർ കോഡിംഗ് ഈസ് നോട്ട് എ ഡിപ്പെൻഡബിൾ മീൻസ് ഓഫ് ഐഡന്റിഫിക്കേഷൻ. സിലിണ്ടർ കളേഴ്സ് ഡിഫർ ഫ്രം സപ്ലയർ ടു സപ്ലയർ. എപ്പോഴും മാറുമെന്നല്ല പറയുന്നത്, ചിലപ്പോൾ സപ്ലയേഴ്സ് മാനുഫാക്ചേഴ്സ് ഒക്കെ മാറുന്നതിനനുസരിച്ച് അവരുപയോഗിക്കുന്ന കളർ കോഡിന് ഒരുപക്ഷെ വ്യത്യാസങ്ങൾ വന്നേക്കാം. അതുകൊണ്ട് അത് മാത്രം നമുക്ക് വിശ്വാസയോഗ്യമായിട്ട് എടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും, പിന്നെ നമുക്ക് മറ്റൊരു കുറെ കൂടെ നമുക്ക് റിലയബിൾ ആയിട്ടുള്ള മറ്റൊരു ഐഡന്റിഫിക്കേഷൻ മാർഗം എന്താണെന്ന് നോക്കി, അതിനെ പറ്റിയാണ് മൂന്നാമത്തെ പോയിന്റ് പറയുന്നത്. നോക്കാം, ഡു നോട്ട് ഡിസ്ഫിഗർ ഓർ റിമൂവ് എനി മാർക്കിംഗ്സ്, ടാഗ്സ് ഓർ സ്റ്റെൻസിൽ മാർക്സ് യൂസ്ഡ് ഫോർ ഐഡന്റിഫിക്കേഷൻ ഓഫ് കണ്ടൻസ് അറ്റാച്ച്ഡ് ബൈ ദ ഗ്യാസ് വെൻഡർ. വെൻഡർ ആരാണ്? സപ്ലയർ ആണ് കേട്ടോ. വെൻഡർ ആരാണ്? വിൽപ്പനക്കാരനാണ് കേട്ടോ, സപ്ലയർ ആണ്. ഒരു ഗ്യാസ് വെൻഡർ ആ സിലിണ്ടറിന്റെ അകത്തുള്ള കണ്ടന്റുകള് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് അവര് കൊടുക്കുന്ന എന്തെങ്കിലും മാർക്കിങ്സുകളോ ടാഗുകളോ സ്റ്റെൻസിൽ മാർക്കുകളോ അതൊന്നും തന്നെ ഒരു കാരണവശാലും നമ്മൾ റിമൂവ് ചെയ്യാനോ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും രൂപഭേദം വരുത്താനോ പാടുള്ളതല്ല. ഓക്കെ, അപ്പൊ അത് നമുക്ക് വിശ്വാസയോഗ്യതയ്ക്ക് എടുക്കാം. കളർ കോഡ് ചിലപ്പോൾ നമുക്ക് അങ്ങനെ പറ്റിയെന്ന് വരില്ല. പക്ഷെ ഒരു ഗ്യാസ് വെൻഡർ എന്ന് പറയുന്ന ഗ്യാസ് സിലിണ്ടറിനകത്ത് എന്താണ് കണ്ടന്റ് എന്നുള്ളത് അത് തിരിച്ചറിയാനായിട്ട് എന്തെങ്കിലും ടാഗ് അതിനകത്ത് വെച്ചിട്ടുണ്ടാവാം. അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റെൻസിൽ മാർക്കുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊന്നും ഒരു കാരണവശാലും നമ്മൾ റിമൂവ് ചെയ്യാനോ അതിലെന്തെങ്കിലും ഡിസ്ഫിഗർ ചെയ്യാനോ രൂപഭേദം വരുത്താനോ പാടുള്ളതില്ല. ആ രീതിയിൽ നമുക്ക് കണ്ടന്റുകൾ തിരിച്ചറിയാൻ പറ്റില്ലേ? ഓക്കെ, അതുപോലെ തന്നെ സിലിണ്ടേഴ്സ് വിച്ച് ഡു നോട്ട് ഹാവ് എ ക്ലിയർലി റിട്ടൺ സ്റ്റാമ്പഡ് ഓർ സ്റ്റെൻസിൽഡ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ കണ്ടൻസ് should not be used and the gas vendor should be contacted for the removal. അതുപോലെ നമ്മൾ ഈ കണ്ടന്റുകളെ തിരിച്ചറിയാനായിട്ട് വ്യക്തമായിട്ട് എഴുതിയതോ സ്റ്റാമ്പ് ചെയ്തതോ സ്റ്റെൻസിൽ ചെയ്തതോ അല്ലാത്ത സിലിണ്ടറുകൾ ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നമ്മൾ റിമൂവ് ചെയ്ത് മാറ്റാം. ടാഗും ഇല്ല, സ്റ്റെൻസിൽ മാർക്കും ഇല്ല, ഒന്നുമില്ല, കളർ കോഡും ഇല്ല, ഒന്നുമില്ല. പിന്നെ എങ്ങനെ തിരിച്ചറിയും? അങ്ങനെയുള്ളതാണെങ്കിൽ നമ്മൾ അത് ഉപയോഗിക്കരുത്. എത്രയും പെട്ടെന്ന് ഗ്യാസ് വെൻഡറിനെ കോൺടാക്ട് ചെയ്തിട്ട് അത് നമ്മൾ റീപ്ലേസ് ചെയ്ത് വാങ്ങാം. അതാണ് അവിടെ ഉദ്ദേശിച്ച കാര്യം കേട്ടോ. അതായത് കണ്ടന്റ് തിരിച്ചറിയാനായിട്ട് വ്യക്തമായിട്ട് എഴുതിയതോ സ്റ്റാമ്പ് ചെയ്തതോ മാർക്ക് ചെയ്തതോ അല്ലാത്ത ഒരു സിലിണ്ടറുകൾ നമുക്ക് ഉപയോഗിക്കരുത്. അത് എത്രയും പെട്ടെന്ന് ഗ്യാസ് വെൻഡറിനെ മീറ്റ് ചെയ്ത് നമ്മൾ റീപ്ലേസ് ചെയ്ത് വാങ്ങുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. ഓക്കെ, അടുത്തൊരു പോയിന്റ് ഉണ്ടെന്നത് അതൊന്ന് ശ്രദ്ധിച്ചു കേൾക്കാം. റീഡ് ദ MSVS. MSVS ആദ്യമായിട്ട് കേൾക്കുന്നുണ്ടാവാം. And labels for all the materials you work with. ആദ്യം നിങ്ങൾ MSVSന്റെ ഫുൾ ഫോം ഒന്ന് നോട്ട് ചെയ്തിരിക്കുക കേട്ടോ. മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് എന്നാണ് കേട്ടോ. എഴുതി വെച്ചോളൂ. ഫുൾ ഫോം ചോദിച്ചിട്ടില്ല കേട്ടോ. MSVSന്റെ ഫുൾ ഫോം ഇതാണ്, മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ്. എഴുതിയെടുക്കുക കേട്ടോ. മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് കേട്ടോ. എന്താണ് ഈ സംഭവം? മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ശരിക്കും പറഞ്ഞ ഒരു ടാഗ് പോലെ ഒരു സംഭവമാണ്. ചെറിയൊരു ഷീറ്റ് ആണത്. ആ ഷീറ്റ് എന്ന് പറയുമ്പോൾ ദാറ്റ് പ്രൊവൈഡ്സ് ദ ബേസിക് ഇൻഫർമേഷൻ അബൌട്ട് ദ കണ്ടന്റ്. ആ കണ്ടന്റിനെ പറ്റിയിട്ടുള്ള സിലിണ്ടറിനകത്തുള്ള ഡാറ്റയാണ് കേട്ടോ. ഡാറ്റ മെറ്റീരിയൽ സേഫ്റ്റി
ഡാറ്റ ഷീറ്റ്. ഓക്കെ, അപ്പോ data sheet that provides the basic information about the contents in the cylinder. ആ സിലിണ്ടറിന്റെ അകത്ത് എന്ത് കണ്ടന്റ് ആണോ ഉള്ളത് ആ കണ്ടന്റിനെ പറ്റിയിട്ടുള്ള ബേസിക് ഇൻഫർമേഷൻ നമുക്ക് നൽകുന്ന ഒരു ഷീറ്റ് ആണത് MSDS എന്ന് പറയുന്നത് കേട്ടോ. എന്ന് പറഞ്ഞാൽ ആ കണ്ടന്റ് എന്താണെന്നും അതുപോലെ ആ ഗ്യാസ് കണ്ടന്റ് എന്താണെന്നും അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, പിന്നെ അതിന്റെ പൊട്ടൻഷ്യൽ ഹസാർഡ് ആൻഡ് റിസ്കുകൾ എന്തൊക്കെയാണ്, അത് ഏത് രീതിയിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യണം. ഓക്കെ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതാണ് മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ്. ആ മെറ്റീരിയൽ എങ്ങനെ സേഫ് ആയിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്തണം എന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡാറ്റ ഷീറ്റ് ആണ് കേട്ടോ. അപ്പൊ ആ ഷീറ്റിൽ എഴുതിയിട്ടുണ്ടാവും ആ ഗ്യാസിനെ പറ്റിയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ. അത് വായിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അതിന്റെ പ്രത്യേകത എന്താണ്, അതിന് സാധ്യതയുള്ള പൊട്ടൻഷ്യൽ റിസ്കുകൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇവിടെ പലപ്പോഴും MSDSന്റെ ഫുൾ ഫോം ചോദിച്ച് കണ്ടിട്ടുണ്ട്, അത് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് ഈ കണ്ടന്റ് അല്ലെ പറയുന്ന ഐഡന്റിഫിക്കേഷൻ ഓഫ് കണ്ടന്റുകൾ തിരിച്ചറിയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എടുക്കേണ്ട സേഫ് പ്രാക്ടീസസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്തതാണ് ഓപ്പറേഷണൽ സേഫ്റ്റി ചെക്സ് കേട്ടോ. ഓപ്പറേഷണൽ സേഫ്റ്റി ചെക്സ് എന്ന് വെച്ചാൽ പ്രവർത്തന സുരക്ഷാ പരിശോധനകൾ. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എടുക്കേണ്ട ചില സേഫ് പ്രാക്ടീസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സിലിണ്ടേഴ്സ് മസ്റ്റ് ഓൾവേസ് ബി സെക്യൂർഡ്. ഓഫ് കോഴ്സ് അതങ്ങനെ ആയിരിക്കണം അല്ലെ. ഇപ്പൊ നമ്മുടെ വീട്ടിൽ പാചകവാത സിലിണ്ടർ ആണെങ്കിലും നമ്മൾ വളരെ സെക്യൂർഡ് ആയിട്ടാണ് അതിനെ സൂക്ഷിക്കുന്നത് അല്ലെ. അതുപോലെ തന്നെയാണ് എല്ലാ സിലിണ്ടറുകളും വളരെ സെക്യൂർഡ് ആയിരിക്കണം കേട്ടോ, വളരെ സുരക്ഷിതമായിരിക്കണം. അങ്ങനെ സുരക്ഷിതമല്ലാത്ത സിലിണ്ടറുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ എന്ത് ചെയ്യാം, ഗ്യാസ് വെൻഡറുമായിട്ട് കോൺടാക്ട് ചെയ്തത് റീപ്ലേസ് ചെയ്ത് വാങ്ങണം കേട്ടോ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സിലിണ്ടേഴ്സ് മസ്റ്റ് ഓൾവേസ് ബി സെക്യൂർഡ്. പിന്നെ അടുത്ത നോക്കിയേ, നെവർ ഓപ്പൺ ദ സിലിണ്ടർ വാൾവ് ഇഫ് നോട്ട് ദ സിലിണ്ടർ ഈസ് ലിങ്ക്ഡ് ടു എ റെഗുലേറ്റർ ഓർ ടു എൻ എക്യുപ്മെന്റ്. ലീക്സ് ഷുഡ് നെവർ ബി ടെസ്റ്റഡ് വിത്ത് എ നേക്കഡ് ഫ്ലെയിം. അതായത് നമ്മൾ സിലിണ്ടറുകളുടെ വാൽവുകൾ ഉണ്ടല്ലോ, അതൊരിക്കലും നമ്മൾ ആ സിലിണ്ടർ ഒരു റെഗുലേറ്ററുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ആ വാൽവ് ഓപ്പൺ ചെയ്തിടാനായിട്ട് പാടില്ല. ഓക്കെ, അതായത് നമ്മൾ നമ്മുടെ വീട്ടിലെ പാചകവാത സിലിണ്ടറിന്റെ കാര്യം ആലോചിച്ചാൽ മതി. നമ്മൾ രാത്രി പണിയൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, വാൽവ് ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ പോവുക അല്ലെ. അതെങ്ങനെ ഓഫ് ആക്കിയിട്ട് പോവുക, അങ്ങനെ അതെന്നെ ആലോചിച്ചാൽ മതി. നമ്മൾ ഈ സിലിണ്ടർ റെഗുലേറ്റർ ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യരുത്, ആ വാൽവ് നമ്മൾ ഓപ്പൺ ചെയ്ത് വെക്കരുത്. വാൽവ് എപ്പോഴും നമ്മൾ ക്ലോസ് ചെയ്ത് വെക്കാം. ഓക്കെ, ഒരു റെഗുലേറ്റർ അല്ലെങ്കിൽ എക്യുപ്മെന്റ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് വാൽവ് ഓപ്പൺ ചെയ്യാം, അല്ലാത്ത സമയത്ത് ആ വാൽവ് എപ്പോഴും ക്ലോസ് ചെയ്ത് വെക്കാനാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ എന്താണ്, ലീക്സ് ഷുഡ് നെവർ ബി ടെസ്റ്റഡ് വിത്ത് എ നേക്കഡ് ഫ്ലെയിം. ഇനി എന്തെങ്കിലും ലീക്ക് ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഒരു തീപ്പെട്ടിപ്പൊടി അരച്ച് കത്തിച്ച് അതിന് എടുത്ത് കൊണ്ടുപോയാൽ ചിലപ്പോൾ നമ്മൾ വിവരം അറിയാം അല്ലെ. അപ്പൊ അങ്ങനെയും ചെയ്യരുത് കേട്ടോ. ഒരിക്കലും നേക്കഡ് ഫ്ലെയിം ഉപയോഗിച്ചുകൊണ്ട് ഒരു കാരണവശാലും നമ്മള് ലീക്കുകള് എന്ത് ചെയ്യാൻ പാടില്ല, ടെസ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. അതിന് പറ്റുക നമുക്ക് സോപ്പ് സൊല്യൂഷനൊക്കെ ഉപയോഗിക്കാം. നമ്മൾ ഈ ടയറിന്റെ ഒക്കെ ലീക്ക് അല്ലെ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നത്, അതുപോലെ വലിയ പ്രശ്നമുള്ള സംഭവമില്ലല്ലോ. അങ്ങനെയുള്ള സോപ്പ് സൊല്യൂഷൻ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ലീക്കുകൾ കണ്ടുപിടിക്കാം. ഒരിക്കലും എന്ത് ചെയ്യരുത്, നേക്കഡ് ഫ്ലെയിം ഉപയോഗിച്ച് ലീക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് പാടുന്നത്. ഓക്കെ, അടുത്തത് നോക്കിയേ, ഓപ്പൺ ആൻഡ് ക്ലോസ് വാൽവ്സ് യൂസിങ് ഓൺലി റീസണബിൾ ഫോഴ്സ് കേട്ടോ. അതുപോലെ വളരെ മിതമായിട്ടുള്ള ഒരു ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് മാത്രം നമ്മൾ വാൽവുകൾ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. നമുക്ക് നല്ല ശക്തിയും ബലം ഉണ്ടെന്ന് കരുതി നമ്മൾ ആ വാൽവും അതിന് ആ ഒരു ബലം കാണിക്കാനൊന്നും പോകരുത്. ഒരു റീസണബിൾ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് മാത്രം നമ്മള് വാൽവുകൾ ക്ലോസ് ചെയ്യുക, അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുക. പിന്നെ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്? ഓപ്പൺ ചെയ്യുന്നത് നമ്മുടെ വീട്ടില് നമ്മുടെ ആ ഒരു സിലിണ്ടർ നമ്മൾ ഓപ്പൺ ചെയ്യുക, അത് തന്നെ ആലോചിച്ചാൽ മതി. അതായത് ഓപ്പൺ ബൈ ടേണിംഗ് ദ ഹാൻഡ് വീൽ ഓഫ് സിലിണ്ടർ വാൽവ് ആന്റി ക്ലോക്ക് വൈസ് ആൻഡ് ക്ലോസ് ബൈ ടേണിംഗ് ദ ഹാൻഡ് വീൽ ഓഫ് സിലിണ്ടർ വാൽവ് ക്ലോക്ക് വൈസ്. അതായത് നമ്മുടെ വീട്ടില് ആ റെഗുലേറ്റർ നമ്മൾ എങ്ങനെയാ ഓഫ് ചെയ്ത് വെക്കുന്നത്, ഇങ്ങനെ ചെരിഞ്ഞിരിക്കണതല്ലേ ഓഫ്, ചെരിഞ്ഞിങ്ങനെ വെക്കണതല്ലേ ഓഫ്. ഓക്കെ, മനസ്സിലായോ ഞാൻ പറഞ്ഞ? സിലിണ്ടറിന് പോലൊരു മഞ്ഞ കളർ സംഭവം ഉണ്ടായിരുന്നു റെഗുലേറ്റർ, അതിലാണല്ലോ ഈ വാൽവ് വെച്ചിരിക്കുന്നത്. ആ വാൽവ് ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്നതല്ലേ ഓഫ്. അപ്പൊ ചെരിക്കാനായിട്ട് നമ്മൾ എങ്ങോട്ടൊക്കെ തിരിക്കുന്നത്, ക്ലോക്ക് വൈസിലല്ലേ നമ്മൾ തിരിക്കുന്നത് അല്ലെ, ക്ലോക്ക് വൈസ് ആണ് തിരിക്കുന്നത്. സോ ടേണിംഗ് ദ ക്ലോസ് ബൈ ടേണിംഗ് ദ ഹാൻഡ് വീൽ ഓഫ് സിലിണ്ടർ വാൽവ് ക്ലോക്ക് വൈസ്. ഓപ്പൺ എങ്ങനെയാ ചെയ്യുന്നത്, ലെഫ്റ്റിലോട്ട് അല്ലെ, ആന്റി ക്ലോക്ക് വൈസ് തിരിച്ചിട്ടല്ലേ നമ്മൾ ഇത് ഓപ്പൺ ചെയ്യുന്നത്. അതാണ് അവിടെ ഇരിക്കുന്നത്. ഓപ്പൺ ബൈ ടേണിംഗ് ദ ഹാൻഡ് വീൽ ഓഫ് സിലിണ്ടർ വാൽവ് ആന്റി ക്ലോക്ക് വൈസ്, ദാറ്റ് മീൻസ് ലെഫ്റ്റിലോട്ട് തിരിച്ചിട്ടാണ് നമ്മളത്
എന്ത് ചെയ്യുന്നത്, ഓപ്പൺ ചെയ്യുന്നത് ക്ലോസ് ചെയ്യുന്നത് അത് ഓർത്താൽ മതി. നമ്മുടെ വീട്ടിൽ എങ്ങനെയാണോ ഓൺ ചെയ്യുന്നത് ഓഫ് ചെയ്യുന്നത് അത് ഓർത്തിട്ട് അത് വായിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ക്ലിയർ. അടുത്തതാണ് ദ സ്റ്റോറേജ് ഏരിയ ഷുഡ് ബി സേഫ്. ഇനി നമ്മൾ സിലിണ്ടറുകളൊക്കെ വെക്കുന്ന ഏരിയ ഉണ്ടല്ലോ അത് വളരെ സേഫ് ആയിരിക്കണം. ഓക്കെ, വളരെ സേഫ് ആയിരിക്കണം. അതുപോലെ വെൽ വെന്റിലേറ്റഡ് ആൻഡ് ക്ലീൻ ആൻഡ് ക്ലീൻ നല്ല അത്യാവശ്യം വായു പ്രവാഹമുള്ള ഒരു ഏരിയ ആയിരിക്കണം. അതുപോലെ വളരെ ക്ലീൻ ആയിരിക്കണം അത്തരം ഏരിയകൾ കേട്ടോ. The ground surface should be fairly level and firm, preferably concrete that allows for easy trolley access. കേട്ടോ, അതുകൂടാണ്ട് ആ ഒരു സിലിണ്ടറുകളൊക്കെ നമ്മൾ പ്ലേസ് ചെയ്യുന്ന ആ ഒരു ഗ്രൗണ്ട് സർഫസ് എന്ന് പറയുന്നത് അത്യാവശ്യം ലെവൽ ആയിരിക്കണം, ലെവൽ ആൻഡ് ഫേം ആയിരിക്കണം കേട്ടോ. അവർ പ്രിഫർ ചെയ്യുന്നത് കോൺക്രീറ്റ് ചെയ്ത് ലെവൽ ചെയ്ത് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. കാരണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന സിലിണ്ടറുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്സസ് ചെയ്യാനൊക്കെ ആയിട്ട് എളുപ്പമാണ്. നമ്മൾ സിലിണ്ടർ ഇങ്ങനെ വലിച്ചെടുക്കുക അങ്ങനെയല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. നമ്മളൊരു ട്രോളി ഉപയോഗിക്കുന്നുണ്ട് അല്ലെ, വീടുകളിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഒരു വട്ടത്തിന് ഒരു ട്രോളി ഉണ്ടല്ലോ, ആ ട്രോളി ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നത്. അത്യാവശ്യം ഫേമിലി ലെവൽ ആയിരിക്കണം. ലെവൽ ആൻഡ് ഫേം ആയിട്ടുള്ള തറയാവുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് ട്രോളി ഉപയോഗിച്ച് സിലിണ്ടറുകളെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ, വേറെ കാര്യങ്ങളൊന്നും എനിക്ക് പറയുന്നില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അടുത്തതാണ് ഹാൻഡ്ലിംഗ് ആൻഡ് യൂസ് കേട്ടോ. ഇനി നമ്മൾ ഇത്തരത്തിലുള്ള മെഡിക്കൽ വാതകങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും ഉപയോഗപ്പെടുത്തുമ്പോഴും ശ്രദ്ധിക്കേണ്ട മറ്റ് സേഫ് പ്രാക്ടീസസ് എന്തൊക്കെയാണ് കേട്ടോ. ഓക്കെ, ഗ്യാസ് സിലിണ്ടേഴ്സ് ഷുഡ് ഓൾവേസ് ബി യൂസ്ഡ് ഇൻ എ വെർട്ടിക്കൽ പൊസിഷൻ. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. ഗ്യാസ് സിലിണ്ടറുകൾ നമ്മൾ എങ്ങനെയാണ് അത് പ്ലേസ് ചെയ്യേണ്ടത്, വെർട്ടിക്കൽ പൊസിഷൻ, നിവർത്തി വെച്ച് വേണം ഉപയോഗിക്കാനായിട്ട്. അതിങ്ങനെ കിടത്തി വെച്ചോ കമത്തി വെച്ചോ ഒന്നും നമ്മൾ ഉപയോഗിക്കാനായിട്ട് പറ്റില്ല അല്ലെ. ഒരു ഹൊറിസോണ്ടൽ രീതിയിൽ അല്ലെങ്കിൽ ചെരിച്ചോ അങ്ങനെ ഇത് ഉപയോഗിക്കാനായിട്ട് പാടില്ല അല്ലെ. വെർട്ടിക്കൽ പൊസിഷൻ, നിവർത്തി തന്നെ വെച്ച് വേണം നമ്മൾ ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കാനായിട്ട്. ഇഫ് നോട്ട് സ്പെസിഫിക്കലി ഡിസൈൻഡ് ടു ബി യൂസ്ഡ് അതർവൈസ്, മറ്റേതെങ്കിലും തരത്തിൽ ഉപയോഗിക്കാനായിട്ട് നിർദ്ദേശിക്കാത്ത പക്ഷം നമ്മൾ എല്ലാ സിലിണ്ടറുകളും വെർട്ടിക്കൽ പൊസിഷനിൽ വേണം ഉപയോഗപ്പെടുത്താനായിട്ട് കേട്ടോ. എന്ന് വെച്ചാൽ നിവർത്തി വെച്ച് ഉപയോഗിക്കുക കേട്ടോ. അടുത്തത്, ഗ്യാസ് സിലിണ്ടേഴ്സ് ഷുഡ് ഓൾവേസ് ബി സേഫ്ലി റെഗുലേറ്റഡ് ടു പ്രിവെന്റ് ദം ഫാളിംഗ് ഓവർ. അതുപോലെ ഗ്യാസ് സിലിണ്ടർ പെട്ടെന്ന് താഴെ വീഴുന്ന തരത്തിലൊന്നും നമ്മൾ അത് പ്ലേസ് ചെയ്യരുത് കേട്ടോ. പെട്ടെന്ന് താഴെ വീഴാത്ത രീതിയിൽ വളരെ സേഫ് ആയിട്ട് വേണം നമ്മൾ ഗ്യാസ് സിലിണ്ടറിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട്. പിന്നെ സിലിണ്ടേഴ്സ് മസ്റ്റ് ഓൾവേസ് ബി സെക്യൂർഡ് ടു എ ട്രോളി വെൻ ബീയിങ് ഷിഫ്റ്റഡ്. സിലിണ്ടറുകൾ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ട്രോളി ഉപയോഗിച്ചുകൊണ്ട് മാത്രം നമ്മൾ ഷിഫ്റ്റ് ചെയ്യുക. അല്ലാണ്ട് സിലിണ്ടറിനെ പിടിച്ചങ്ങോട്ട് വലിക്കുകയോ അതിന് ഉരുട്ടിക്കൊണ്ട് പോവുകയോ അങ്ങനെയൊന്നും ചെയ്യേണ്ട. ട്രോളി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, സിലിണ്ടറിനെ ഷിഫ്റ്റ് ചെയ്യുക കേട്ടോ. അതാണ് ഏറ്റവും നല്ല മാർഗം. പിന്നെ എന്താന്ന് വെച്ചാല്, മേക്ക് ഷുവർ ദാറ്റ് ദ സിലിണ്ടർ ഓർ ഗ്യാസ് ഇസ് ദ റൈറ്റ് വൺ ഫോർ ദ ഇന്റൻഷണൽ യൂസ്. ഓരോ വാതക സിലിണ്ടറുകളും അതിൻ്റെതായിട്ടുള്ള പർപ്പസിന് അനുയോജ്യമാണെന്ന് ഉറപ്പുവരുത്തണം. അതായത് ഓക്സിജൻ സിലിണ്ടർ എടുക്കുമ്പോൾ അത് നമ്മൾക്ക് ഒരു റീസസിറ്റേഷൻ പർപ്പസിനാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് ഏത് മെഡിക്കൽ ഗ്യാസ് ആണ്, ഓക്സിജൻ ആണ് അല്ലെ. അപ്പൊ എല്ലാത്തിനും അതിൻ്റെതായ ചില ഇന്റൻഷണൽ യൂസ് ഉണ്ട് അല്ലെ. അപ്പൊ ഓക്സിജൻ ആണെങ്കിൽ റീസസിറ്റേഷൻ ഉപയോഗിക്കുന്നു, കാർബൺ ഡയോക്സൈഡ് ആണെങ്കിൽ ഇൻസഫ്ലേറ്റിംഗ് പർപ്പസിന് ഉപയോഗിക്കുന്നു. അപ്പൊ ഓരോ ഇന്റൻഷണൽ യൂസിനും അനുയോജ്യമായിട്ടുള്ള വാതക സിലിണ്ടറുകളാണെന്നുള്ളത് ഉറപ്പുവരുത്തണം കേട്ടോ. എങ്കിലും എന്നിട്ട് മാത്രമേ അത് വിതരണം ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, അല്ലാതെ ഗ്യാസ് മെഡിക്കൽ ഗ്യാസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറിപ്പോകരുത് കേട്ടോ. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. മേക്ക് ഷുവർ ദാറ്റ് സിലിണ്ടർ ഓർ ഗ്യാസ് ഈസ് ദ റൈറ്റ് വൺ ഫോർ ദ ഇന്റൻഷണൽ യൂസ്. അടുത്ത പോയിന്റ്, സോർട്ട് ഔട്ട് ആൻഡ് ഒബ്വിയസ്ലി മാർക്ക് ഫുൾ ആൻഡ് എംപ്റ്റി സിലിണ്ടേഴ്സ്. അതുപോലെ ഫുൾ ആയിട്ടുള്ള സിലിണ്ടറുകൾ, കാലിയായിട്ടുള്ള സിലിണ്ടറുകൾ അതൊക്കെ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് സോർട്ട് ചെയ്ത് തന്നെ വെക്കുക കേട്ടോ. തരംതിരിച്ച് വെച്ചിരിക്കണം. ഓക്കെ, പിന്നെന്താണ്, be dressed in appropriate personal protective equipment like safety shoes and safety spectacles. അതുപോലെ നമ്മൾ ഇത്തരം വാതകങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് PPE കിറ്റ് അല്ലെ, അതായത് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സുകൾ ധരിച്ചിരിക്കണം. ഒരു മിനിറ്റ് കേട്ടോ, ജസ്റ്റ് മിനിറ്റ്. ഓക്കെ, അപ്പോ നമ്മൾ എന്ത് ചെയ്യണം, ഇത്തരം വാതക സിലിണ്ടറുകൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത്
നമ്മളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ധരിക്കണം. അതായത് സേഫ്റ്റി ഷൂസ്, സേഫ്റ്റി സ്പെക്ടക്കിൾസ് അല്ലെ, അങ്ങനെയൊക്കെ ഉള്ളത് ഉപയോഗിച്ചുകൊണ്ട് വേണം നമ്മൾ ഇത്തരത്തിലുള്ള വാതക സിലിണ്ടറുകൾ കൈകാര്യം ചെയ്യാനായിട്ട്. ഓക്കെ, പിന്നെന്താണ് എവർ റോൾ ഡ്രാഗ് ഓർ ഡ്രോപ്പ് സിലിണ്ടേഴ്സ് ഓർ allow them to strike each other. ഒരു കാരണവശാലും നമ്മുടെ സിലിണ്ടറുകൾ റോൾ ചെയ്യാനോ, അതായത് അത് ഉരുട്ടാനോ വലിക്കാനോ അല്ലെങ്കിൽ അങ്ങോട്ട് കൊണ്ടിടാനോ ഡ്രോപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ പരസ്പര സിലിണ്ടറുകൾ കൂട്ടിയിടിക്കുന്ന രീതിയിൽ വെക്കാനോ അങ്ങനെയൊന്നും പാടില്ല കേട്ടോ. എപ്പോഴും വളരെ സെക്യൂർഡ് ആയിട്ട് വേണം നമ്മൾ പ്ലേസ് ചെയ്യാനായിട്ട്. പിന്നെന്താണ് ടേൺ ഓഫ് ഓൾ വാൽവ്സ് വെൻ സിലിണ്ടേഴ്സ് ആർ നോട്ട് ഇൻ യൂസ്. സിലിണ്ടറുകൾ നമ്മൾ ഉപയോഗിക്കാത്ത സമയത്ത് എല്ലാ വാൽവുകളും നമ്മൾ ഓഫ് ചെയ്ത് വെക്കേണ്ടതാണ് കേട്ടോ. പിന്നെന്താണ് പറയുന്നത് when the cylinder is not in use, the valve protection cap shall be in place to protect the valve കേട്ടോ. അതുകൂടാണ്ട് നമ്മൾ പറഞ്ഞല്ലോ സിലിണ്ടർ ഉപയോഗിക്കാത്ത സമയത്ത് വാൽവൊക്കെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്ത് വെക്കണം, ക്ലോസ് ചെയ്ത് വെക്കണം. ഇനി ഒരു എക്സ്ട്രാ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, വാൽവ് പ്രൊട്ടക്ഷൻ ക്യാപ്പും കൂടെ വെക്കുന്നത് നല്ലതായിരിക്കും. കാര്യം വാൽവിനെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് വാൽവ് വളരെ സെൻസിറ്റീവ് ആണല്ലോ. എന്തെങ്കിലും വെളിയിൽ നിന്നൊക്കെ എടുത്ത് ചാടി വാൽവ് എങ്ങാനും അറിയാതെ തുറന്നു പോയാലോ, അപ്പൊ അങ്ങനെയൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വാൽവിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് വാൽവ് പ്രൊട്ടക്ഷൻ ക്യാപ്പും കൂടെ വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പറയുന്ന മെഡിക്കൽ സിലിണ്ടേഴ്സുകൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ, എളുപ്പമുള്ളതല്ലേ. ഏതെങ്കിലും പോയിന്റ് മനസ്സിലാകുന്നുണ്ടെങ്കിൽ പറയുക കേട്ടോ. അടുത്തത് ലിഫ്റ്റിംഗ് ആൻഡ് ട്രാൻസ്പോർട്ട്. ഇനി നമ്മൾ ഇത്തരത്തിലുള്ള ഗ്യാസ് സിലിണ്ടറുകൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ലിഫ്റ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴോ ശ്രദ്ധിക്കേണ്ട സേഫ് പ്രാക്ടീസസ് എന്തൊക്കെയാണെന്ന് നോക്കിയേ. വെൻ ഹാൻഡ്ലിംഗ് ഗ്യാസ് സിലിണ്ടേഴ്സ് യൂസ് സിലിണ്ടർ ട്രോളി. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് നമ്മൾ എപ്പോഴും സിലിണ്ടറുകൾ ഉപയോഗിക്കുമ്പോൾ ട്രോളി യൂസ് ചെയ്യുക കേട്ടോ. ട്രോളി ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യാൻ ലിഫ്റ്റ് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ്. ഓക്കെ, പിന്നെന്താണ് യൂസ് ആക്ട് പ്രൊട്ടക്റ്റീവ് വാൽവ് ക്യാപ്സ് ആൻഡ് കവേഴ്സ് ടു ദ സിലിണ്ടേഴ്സ് ബിഫോർ ട്രാൻസ്പോർട്ടിങ്. അതുപോലെ നമ്മൾ സിലിണ്ടറിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഈ വാൽവിന്റെ മുകളിലായിട്ട് വാൽവ് പ്രൊട്ടക്ഷൻ ക്യാപ്പ് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, സിലിണ്ടറിൽ ട്രാൻസ്പോർട്ട് ചെയ്യാം. സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ ഷിഫ്റ്റ് സിലിണ്ടേഴ്സ് വിത്ത് വാൽവ് ക്യാപ്സ്. ഡു നോട്ട് ലിഫ്റ്റ് സിലിണ്ടേഴ്സ് ബൈ ദ ക്യാപ്പ്. അതായത് നേരത്തെ പറഞ്ഞ വാൽവ് ക്യാപ്പ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ സിലിണ്ടറിൽ ഷിഫ്റ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഒരിക്കലും നമ്മൾ ആ ക്യാപ്പുമ്മ പിടിച്ചൊരിക്കലും സിലിണ്ടറിൽ പൊക്കിയെടുക്കാനൊന്നും പാടില്ല. ക്യാപ്പിന് അത്ര വിലയില്ല. ആ ക്യാപ്പുമ്മ പിടിച്ചൊരിക്കലും എന്ത് ചെയ്യരുത്, സിലിണ്ടറിൽ നമ്മൾ പൊക്കിയെടുക്കാനായിട്ട് പാടില്ല കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെന്താണ് ഡു നോട്ട് ഷിഫ്റ്റ് വിത്ത് ദ റെഗുലേറ്റഡ് അറ്റാച്ച്. ഒരിക്കലും റെഗുലേറ്ററുമായിട്ട് അറ്റാച്ച് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, സിലിണ്ടറിൽ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളതാണ്. ഇതൊക്കെ നമുക്കറിയാവുന്ന, നമുക്ക് കോമൺ സെൻസ് വെച്ച് ചിന്തിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അല്ലെ. റെഗുലേറ്ററുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് ഒരിക്കലും എന്ത് ചെയ്യരുത്, ഈ പറയുന്ന സിലിണ്ടറിൽ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളതല്ല. പിന്നെന്താണ് സിലിണ്ടേഴ്സ് മസ്റ്റ് ബി ഫാസ്റ്റൻഡ് സേഫ്ലി ഇൻ അപ്രൈറ്റ് പൊസിഷൻ. അവിടെ സ്റ്റോറേജിന് എടുത്ത് വന്നിട്ടുണ്ട്, അത് വെട്ടിക്കളഞ്ഞുള്ളൂ കേട്ടോ, അതിന്റെ ആവശ്യമില്ലാതെ. സിലിണ്ടേഴ്സ് മസ്റ്റ് ബി ഫാസ്റ്റൻഡ് സേഫ്ലി ഇൻ അപ്രൈറ്റ് പൊസിഷൻ. നേരത്തെ പറഞ്ഞില്ലേ, സിലിണ്ടേഴ്സ് എല്ലാം നമ്മൾ ഒരു വെർട്ടിക്കൽ പൊസിഷനിൽ അപ്രൈറ്റ് പൊസിഷനിൽ വേണം നമ്മൾ ഓരോ സിലിണ്ടറുകളും നമ്മൾ റെഗുലേറ്റ് ചെയ്യാനായിട്ട് കേട്ടോ, പ്ലേസ് ചെയ്യാനായിട്ട്. പിന്നെ ഗ്യാസ് സിലിണ്ടേഴ്സ് ഷുഡ് നോട്ട് ബി സ്റ്റോർഡ് ഫോർ ലോങ് പീരീഡ്സ് ഓഫ് ടൈം. പർച്ചേസ് ഓൺലി റിക്വയർഡ് ക്വാണ്ടിറ്റീസ് ഓഫ് ഗ്യാസ് ടു കവർ ദ ഷോർട്ട് ടേം നീഡ്സ്. അതായത് നമ്മൾ ഒരുപാട് കാലങ്ങൾക്ക് ഒരു ലോങ് പീരീഡ് ഓഫ് ടൈമിലേക്കായിട്ട് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, ഗ്യാസ് സിലിണ്ടറുകൾ പർച്ചേസ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കരുത്. നമുക്ക് ഒരു ആവശ്യമുള്ള സമയത്ത് പർച്ചേസ് ഓൺലി റിക്വയർഡ് ക്വാണ്ടിറ്റീസ് ഓഫ് ഗ്യാസ് ടു കവർ ഷോർട്ട് ടേം നീഡ്സ്. അത്യാവശ്യം നമ്മുടെ ഷോർട്ട് ടേം നീഡ്സിനുള്ളത് കണക്കാക്കിക്കൊണ്ട് മാത്രം നമ്മുടെ ഗ്യാസ് സിലിണ്ടറുകൾ പർച്ചേസ് ചെയ്യാം. അല്ലാണ്ട് ഒരുപാട് കാലത്തേക്ക് നമുക്ക് ആവശ്യം വരുന്നു കരുതിയിട്ട് ഒരു നീണ്ട കാലയളവിലേക്ക് ആയിട്ട് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഗ്യാസ് സിലിണ്ടറിൽ പർച്ചേസ് ചെയ്ത് വെക്കാനായിട്ട് പാടില്ല. കാരണം വാതകങ്ങളാണ്, അതിൽ പല കെമിക്കൽ കോമ്പോസിഷനിലൊക്കെ മാറ്റങ്ങൾ വരാം അല്ലെ. കാലപ്പഴക്കം അല്ലെങ്കിൽ കൂടുതൽ കാലം ഇരിക്കുന്നതോടുകൂടി അതിന്റെ കോമ്പോസിഷനിലൊക്കെ എന്തെങ്കിലും ചേഞ്ചസുകളോ കാര്യങ്ങളൊക്കെ വരാം. അതുകൊണ്ട് എപ്പോഴും നമുക്ക് ഷോർട്ട് ടേം നീഡ്സിനായിട്ടുള്ളത് കണക്കാക്കിക്കൊണ്ട് മാത്രം നമ്മൾ ഗ്യാസ് സിലിണ്ടറുകൾ പർച്ചേസ് ചെയ്ത് വെക്കാം. അല്ലാണ്ട് ഒരുപാട് കാലയളവിലേക്ക് ആവശ്യം വരുമെന്ന് പറഞ്ഞ് കുറെ കൂടുതൽ വാങ്ങി വെക്കേണ്ട കാര്യം ഇല്ല. ഓക്കെ, പിന്നെന്താണ് പ്രോപ്പർലി സെക്യൂർ ദ സിലിണ്ടർ അറ്റ് ഓൾ ടൈംസ്, സ്ട്രാപ്സ്, ബെൽറ്റ് ഓർ ചെയിൻ. അതുപോലെ നമ്മൾ എന്ത് ചെയ്യാം, സിലിണ്ടറുകളെല്ലാം ഒന്നുകിൽ ഒരു സ്ട്രാപ്പോ
ചെയിനോ ബെൽറ്റോ ഒക്കെ ഉപയോഗിച്ച് കറക്റ്റ് ആയിട്ട് നമ്മൾ അത് എന്ത് ചെയ്ത് വെക്കാം, ടൈ ചെയ്ത് വെക്കാം. അത് പെട്ടെന്ന് വീണ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സിലിണ്ടറുകളൊക്കെ ഇങ്ങനെ അപ്രൈറ്റ് പൊസിഷനിലാണ് വെക്കുന്നത്. എന്തെങ്കിലും കാരണവശാൽ സിലിണ്ടറുകൾ താഴേക്ക് വീഴാനോ മറിഞ്ഞു വീഴാനൊക്കെ ഉള്ള ആ ഒരു ചാൻസ് നമുക്ക് ഒഴിവാക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഒന്നുകിൽ ഒരു ബെൽറ്റോ സ്റ്റാമ്പുകളോ ചെയിനുകളോ ഒക്കെ ഉപയോഗിച്ച് വളരെ സെക്യൂർ ആയിട്ടുള്ള രീതിയിൽ വേണം ഓരോ സിലിണ്ടറുകളും നമ്മൾ പ്ലേസ് ചെയ്യാനായിട്ട് കേട്ടോ. ഓക്കെ, അടുത്തത് എന്താണ്? സ്റ്റോർ ഗ്യാസ് സിലിണ്ടേഴ്സ് ഇൻ കൂൾ ഡ്രൈ വെൽ വെന്റിലേറ്റഡ് ഏരിയാസ് away from the unsuitable materials and ignition sources. നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ ഈ വാതക സിലിണ്ടറുകളെല്ലാം വളരെ കൂളായിട്ടുള്ള വളരെ ഡ്രൈ വെൽ വെന്റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയകളിൽ വേണം നമ്മൾ സൂക്ഷിക്കാനായിട്ട്. അതുകൂടാതെ ഒരു കാരണവശാലും എന്തെങ്കിലും ഇഗ്നിഷൻ സോഴ്സ് പെട്ടെന്ന് തീ പിടിക്കുന്നതായിട്ടുള്ള എന്തെങ്കിലും അൺസ്യൂട്ടബിൾ മെറ്റീരിയൽസോ അല്ലെങ്കിൽ ഇഗ്നിഷൻ സോഴ്സുകളോ ഒന്നും അതിന്റെ അടുത്ത് ഉണ്ടാവാനായിട്ട് പാടില്ല. അത്രയും സേഫ് ആയിട്ട് വേണം, അത്യാവശ്യം കൂളായിട്ടുള്ള ടെമ്പറേച്ചർ ഒക്കെ കൺട്രോൾഡ് ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള വളരെ വെൽ വെന്റിലേറ്റഡ് ഏരിയകളിലായിട്ട് വേണം സിലിണ്ടറുകൾ നമ്മൾ സൂക്ഷിക്കാനായിട്ട്. അത് തന്നെയാണ് നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത്. ഗ്യാസ് സിലിണ്ടേഴ്സ് ഷുഡ് ബി സ്റ്റോർഡ് away from the sources of ignition, other flammable materials or oxygen cylinders. അത് തന്നെ പോയിന്റ്. ഗ്യാസ് സിലിണ്ടറുകൾ എപ്പോഴും നമ്മൾ തീ പിടിക്കാൻ സാധ്യതയുള്ള ഇഗ്നിഷൻ സോഴ്സിന്റെ അടുത്തോ ഫ്ലെയിമബിൾ മെറ്റീരിയൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള പെട്ടെന്ന് തീ പിടിക്കുന്ന എന്തെങ്കിലും ആൽക്കഹോളോ സ്പിരിറ്റോ പോലെയുള്ള അങ്ങനെയുള്ള സംഭവങ്ങളുടെ അടുത്തൊന്നും കൊണ്ട് സിലിണ്ടറുകൾ വെക്കാനായിട്ട് പാടില്ല. അതുപോലെ ഓക്സിജൻ സിലിണ്ടേഴ്സിന്റെ അടുത്ത് കൊണ്ടും വെക്കാൻ പാടില്ല. എന്താ അങ്ങനെ പറഞ്ഞേ? ഓക്സിജൻ സിലിണ്ടറിന്റെ അടുത്ത് വെക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം എന്താ? നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ, ഓക്സിജൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കത്താൻ സഹായിക്കുന്ന വാതകം അല്ലേ? ആണോ? സ്വയം കത്തുന്ന വാതകം ഹൈഡ്രജൻ ആണ്. അങ്ങനത്തെ കാര്യങ്ങൾ പഠിച്ചു വെച്ചേക്കണം ചെറിയ ക്ലാസ്സില്. കത്താൻ സഹായിക്കുന്ന വാതകം എന്തിനാ? ഓക്സിജൻ അല്ലേ? അപ്പൊ ഒരു ചെറിയ തീപ്പൊരി ഉണ്ടെങ്കിൽ അതൊന്ന് വലിയ തീയാക്കി മാറ്റാൻ ആർക്ക് പറ്റും? ഓക്സിജന് പറ്റും അല്ലെ? അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും ഓക്സിജൻ ഓക്സിജന്റെ അടുത്തൊന്നും ഓക്സിജൻ സിലിണ്ടറിന്റെ അടുത്ത് വെക്കരുതെന്ന് പറയാൻ വെച്ചത് അതുകൊണ്ടാണ് കേട്ടോ. ഓക്സിജൻ കത്താൻ സഹായിക്കുന്ന ഒരു വാതകമാണ്. ഇൻ കേസ് എന്തെങ്കിലും സ്പാർക്കോ കാര്യങ്ങളോ വന്നാൽ ചിലപ്പോൾ തീ പിടിക്കാനായിട്ട് ഓക്സിജൻ സിലിണ്ടർ സഹായിക്കും. സോ അത് എന്ത് ചെയ്യണം? ദാറ്റ് ഈസ് കെപ്റ്റ് അവേ ഫ്രം ദ ഓക്സിജൻ സിലിണ്ടർ കേട്ടോ. ലാസ്റ്റ് പോയിന്റ് ഇതാണ്. വെൻ നോട്ട് ഇൻ യൂസ് സ്റ്റോർ ഗ്യാസ് സിലിണ്ടർ സേഫ്ലി ആൻഡ് ഷുഡ് ബി പ്രോപ്പർലി റിസ്ട്രെയിൻഡ്. അതന്നെ, ഉപയോഗിക്കാത്ത സമയങ്ങളിൽ സിലിണ്ടറുകൾ വളരെ സേഫ് ആയിട്ട് വളരെ പ്രോപ്പർ ആയിട്ട് നമ്മൾ സൂക്ഷിച്ചു വെക്കാം. അത്രയും ഇത്രയുമാണ് സേഫ് പ്രാക്ടീസസ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. അടുത്ത ക്ലാസ്സിൽ ഈ ഒരു ചാപ്റ്റർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ ഒരു ചാപ്റ്റർ തീർത്തിട്ട് നമുക്ക് പുതിയൊരു ചാപ്റ്റർ തുടങ്ങാം കേട്ടോ. ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്ന വലിയൊരു ചാപ്റ്റർ എടുക്കുന്നുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇത് തീർത്തിട്ട് അത് നമുക്ക് തുടങ്ങി വെക്കാം കേട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ചാപ്റ്റർ ഞാൻ തേർഡ് മൊഡ്യൂളിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ക്വാളിറ്റി മാനേജ്മെന്റ് കഴിഞ്ഞിട്ട് ലാസ്റ്റിലേക്ക് നമുക്കത് എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ ആണല്ലോ. ഇതൊക്കെ ഇന്ന് പഠിപ്പിച്ചതൊക്കെ അത്യാവശ്യം എളുപ്പമുള്ള കാര്യങ്ങളാണ്. പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഇഗ്നിഷൻ എന്ന് പറഞ്ഞാൽ തീ പിടിക്കാം കേട്ടോ. ഇഗ്നിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? തീ പിടിക്കുക കേട്ടോ. അപ്പൊ ശരി, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു. Thank you, miss. Thank you, ma'am.